Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. പിണറായി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷ കാലയളവിലെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതി പ്രഖ്യാപനമാണ് ഇന്നലെ കേരളം കേട്ടത്. ഇനി കേൾക്കാനിരിക്കുന്നതോ ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നാടായി കേരളം മാറും എന്ന പ്രഖ്യാപനം. അതും കേരളത്തിന്റെ 70ാം വയസ്സിൽ. അല്പം വൈകിപ്പോയെങ്കിലും അതിദാരിദ്ര്യമുക്തമായി നമ്മുടെ നാട് മാറുകയാണ്. ഭവനരഹിതരായ ആളുകൾ ഇല്ലാത്ത നാടായി നമ്മുടെ നാട് മാറുകയാണ്. സ്ത്രീകൾക്ക് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കുമടക്കം കണക്ട് ടു വർക്ക് എന്നതിൻ്റെ പേരിൽ സ്കോളർഷിപ്പുകളും 1000 രൂപ പ്രതിമാസ സഹായവും പ്രഖ്യാപിക്കപ്പെടുകയാണ്. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെ പ്രായമുള്ള സ്ത്രീകൾ, മഞ്ഞ പിങ്ക് കാർഡുകളിൽപ്പെട്ടിരിക്കുന്ന സ്ത്രീകൾക്ക്, വീട്ടമ്മമാർക്ക് ഇനി അവർക്ക് ചിലവിനായി ചെറിയ തുക അവരുടെ മക്കളോട് ചോദിക്കേണ്ടതില്ല, അവരുടെ ഭർത്താവിനോട് ചോദിക്കേണ്ടതില്ല. 1000 രൂപ വീതം 31 ലക്ഷത്തിലധികം വീട്ടമ്മമാർക്ക് പ്രതിമാസം അടുത്ത മാസം മുതൽ കയ്യിൽ കിട്ടും. ക്ഷേമ പെൻഷൻ 2000 രൂപയായി ഉയർത്തിയിരിക്കുന്നു. 400 രൂപയുടെ വർധന. നാനാ തുറകളിൽപ്പെട്ടവരുടെയും ജീവിത വേതന വ്യവസ്ഥകളിൽ വലിയ മാറ്റമുണ്ടാകാൻ പോകുന്നു. 10 വർഷത്തിനു ശേഷം കേരളം വലിയ കുതിപ്പിലാണെന്ന് സർക്കാർ പറയുന്നു. ആനന്ദ കേരളമായി കേരളം മാറാൻ പോകുന്നുവെന്ന് ഭരണപക്ഷം പറയുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു 2 പെൻഷൻകാരുള്ള ഒരു വീട്ടിൽ, വീട്ടമ്മയും ഒപ്പം മക്കളും അടങ്ങുന്നവരുള്ള ഒരു വീട്ടിൽ ഈ പ്രഖ്യാപനം എന്തു മാറ്റമാണ് വരുത്തുന്നതെന്ന് ഡിസംബർ മാസത്തിലെ മാത്രം കണക്ക് നമുക്കൊന്ന് പരിശോധിക്കാം. ഡിസംബർ മാസത്തിൽ കുടിശ്ശികയുള്ള 1600-ഉം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന 400 രൂപ കൂടെ കൂട്ടി 2000-വും ചേർന്നാൽ 3600 രൂപ ഒരു പെൻഷൻ പറ്റുന്ന മുത്തശ്ശിയുടെ കയ്യിൽ കിട്ടും. മുത്തശ്ശന് കിട്ടുന്നത് അതേ തുക. രണ്ടും കൂടെ നോക്കിയാൽ 7200 രൂപയാണ് ആ വീട്ടിലേക്ക് ഡിസംബർ മാസം എത്താൻ പോകുന്നത്. തുടർന്നുള്ള മാസങ്ങളിൽ 4000 രൂപ. അവരുടെ വീട്ടിലെ മരുമകള് അല്ലെങ്കിൽ മകൾക്ക് അവർ 35-ഉം 80-നും 60-നും വയസ്സിനിടയ്ക്കാണെങ്കിൽ 1000 രൂപ. അവരുടെ മകൻ 18 വയസ്സ് കഴിഞ്ഞ് ഏതെങ്കിലും ഡിപ്ലോമ കോഴ്സുകൾ കഴിഞ്ഞ് നൈപുണ്യ വികസന ശേഷിയിൽ ഏർപ്പെട്ടിരിക്കുകയാണെങ്കിൽ 1000 രൂപ. അങ്ങനെ ആ കുടുംബത്തെ ശാക്തീകരിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രഖ്യാപനത്തിൻ്റെ മഹത്വമായി ഭരണപക്ഷം പറയുന്നത്. എന്നാൽ ഇതെല്ലാം വരുന്ന സർക്കാരിനുമേലുള്ള ഒരു വലിയ ഒരു ഭാരമായി മാറുകയാണ് എന്നതാണ് പ്രതിപക്ഷത്തിൻ്റെ വ്യാഖ്യാനം. തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നാണ് പ്രതിപക്ഷം വിശേഷിപ്പിച്ചത്. KPCC അധ്യക്ഷൻ വിശേഷിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് കുതന്ത്രം എന്നാണ്. 13,000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് കേരളം വഹിക്കാൻ പോകുന്നത്. തിരഞ്ഞെടുപ്പ് തന്ത്രമെന്ന പ്രതിപക്ഷ വ്യാഖ്യാനം നിലനിൽക്കുമോ? ഇതൊരു ഇലക്ഷൻ ബമ്പറാണോ, അതല്ല ഇലക്ഷൻ നമ്പറാണോ? അതിഥികളായി നമുക്കൊപ്പം കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് KP റോസമ്മ, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധി, മുസ്ലിം ലീഗ് പ്രതിനിധി ഷാഫി ചാലിയം, വലത് നിരീക്ഷകൻ മിഥുൻ വിജയകുമാർ, ജോർജ് പൊടിപ്പാറ രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം ഞാൻ ഷാഫി ചാലിയത്തിലേക്ക്. ഷാഫി ചാലിയം, അടുത്ത ഡിസംബർ മാസത്തിൽ കേരളത്തിലെ ഒരു ശരാശരി 2 പെൻഷൻ പറ്റുന്നയാളുടെ വീട്ടിൽ വരാൻ പോകുന്ന അധിക വരുമാനത്തിൻ്റെ കണക്കാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇങ്ങനെ ഈ കേരളത്തിലെ സകല മനുഷ്യരുടെയും മുഖത്ത് പുഞ്ചിരി വിടർത്താൻ പോകുന്ന തീരുമാനമെന്നാണ് ഭരണപക്ഷം പറയുന്നത്. എന്നാൽ പ്രതിപക്ഷം പറയുന്നത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള തന്ത്രമെന്നാണ്. 6 മാസം കൂടി തെരഞ്ഞെടുപ്പിന് ബാക്കിയുണ്ട്. കൈകളിൽ പണം എത്തിയ വോട്ടർമാരാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്. ഷാഫി ചാലിയം, പ്രതിപക്ഷത്തിന് ആശങ്കയുണ്ടോ? ഇല്ല, ഇത് എന്തൊരു ചോദ്യം. അത് കുറേ കുടിശ്ശികയാക്കി വെക്കുക, എന്നിട്ട് ഒരുമിച്ച് കൊടുക്കുക. അപ്പം വലിയൊരു തുകയായി അത് മാറുന്നു. അത് വീട്ടുകാർക്ക് വലിയ സന്തോഷമാകുന്നു. അങ്ങനെയാണെങ്കിൽ കുടിശ്ശിക കുറേയും കൂടിയാണ്ട് പിടിച്ചു വെച്ചിട്ട് ഒരു 3 മാസം കഴിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിലും വലിയ തുക ആവില്ലേ? അതെന്തൊരു ചോദ്യമാണിത്. അല്ല, കുടിശ്ശിക എത്രയുണ്ട്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്ത് കഴിയാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ മൂട്ടിൽ കൊണ്ടുപോയാൽ കൊടുക്കുകയാണ്. ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും ഉദ്ദേശശുദ്ധിയാണ് ജനങ്ങൾ പരിശോധിക്കുക. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ 4.5 വർഷം കഴിഞ്ഞിട്ടാണ് ഇവരുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലേക്ക് ഇവർ 4.5 വർഷം കഴിഞ്ഞിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതന്നെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ ഡിക്ലെയർ ചെയ്ത തുക ഇവർക്ക് കൊടുക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. വമ്പിച്ച പ്രഖ്യാപനങ്ങളാണ്
ഈ പ്രഖ്യാപനങ്ങളൊക്കെ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യും? 11,000 കോടി ഇടുക്കി പാക്കേജ് ഉണ്ട്, അതുമാതിരി മറ്റൊരു പാക്കേജ് 10,000 കോടിൻ്റെ വേറെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ എന്തായി? എല്ലാം ജലരേഖകളല്ലേ. 2,500 രൂപ കൊടുക്കും എന്നല്ലേ ഇരിക്കുമോ പ്രഖ്യാപനം? എന്നിട്ട് എന്താ അത് 2000 ഒതുങ്ങിപ്പോയത്? അതും ഇത്ര കാലം എന്തുകൊണ്ട് കൊടുത്തില്ല? ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. എന്തെങ്കിലും തെരഞ്ഞെടുപ്പിൻ്റെ മൂട്ടിൽ കൊണ്ടുപോയി കോവിഡ് കാലത്ത് ഈ കിറ്റ് കൊടുത്തതുപോലെ എന്തെങ്കിലും 100, 200, 300 കൊടുത്താൽ ഈ ജനങ്ങളെടുത്തു നിന്ന് വോട്ട് സമാഹരിക്കാം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ പത്രങ്ങളുടെയും ശീർഷകങ്ങൾ മാറ്റിമറിക്കാം എന്ന വലിയ തന്ത്രം അതിന് പിന്നിൽ. ഇതൊന്നും അറിവില്ലാത്തതല്ല. ഈ കേരളത്തിലെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം അവരാർജിച്ച സാക്ഷരതയുണ്ട്. ആ സാക്ഷരതയുള്ള മനുഷ്യർക്ക് ഇതൊക്കെ വളരെ പെട്ടെന്ന് മനസ്സിലാവും. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. കാരണം ഇവിടെ ഇപ്പോൾ അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ കേസ് അവിടെ തലക്കെട്ട് നിൽക്കുക. ദിവസേന ആ വ്യക്തികളെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൊണ്ടികൾ പല സ്ഥലത്തു നിന്നും കണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. ആകെ കുടുങ്ങിയിരിക്കുകയാണ്. അതൊന്ന് മാറണം. അതുപോലെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ കിടക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ വേറെ കേസുകളുണ്ട്. പിന്നെ PN ശ്രീ പോയി ഒപ്പിടാൻ പോയി. CPM എന്ന പാർട്ടി തെറ്റ് ചെയ്തു എന്ന് CPIയുടെ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞില്ലേ? CPM തെറ്റ് ചെയ്തു. അതെ, തിരിച്ച് ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ ഗോവിന്ദമാഷ അവിടെ ആരാളുള്ളത്? ആരുമില്ലല്ലോ. ഒരു ഘടകകക്ഷി പിന്നെ ഈ മുന്നണിയെ നയിക്കുന്ന ഒരു പാർട്ടിയെ പരസ്യമായി വാർത്താ സമ്മേളനത്തിൽ നിന്നും പറഞ്ഞാണ് CPMന് തെറ്റ് പറ്റി, തെറ്റ് തിരുത്തണം ഞങ്ങൾ പറഞ്ഞു. എന്താ അവിടെ സംഭവിച്ചത്? ഇവിടെ കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്കുള്ളിൽ എന്തെല്ലാം കരണം മറിച്ചിൽ നമ്മൾ കണ്ടത്. നാട്ടിലെ നിയമം, ഭരണഘടന, കീഴ്വഴക്കങ്ങൾ എല്ലാം കാറ്റിൽ പറത്തിയിട്ടല്ലേ ഇവിടെ ഈ സംഭവം നടക്കുന്നത്. നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികൾ, അക്കാഡമിക് രംഗങ്ങളിലുള്ളവരൊക്കെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അല്ല, ഞാൻ അതിലേക്ക് വരാം. അത് രണ്ടാം ഘട്ടത്തിലേക്ക് അങ്ങ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ടൊന്നും ഈ സർക്കാരിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരത്തെ മാറ്റാൻ കഴിയില്ല എന്നതാണ് താങ്കൾ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം, അല്ലേ ഷാഫി? അല്ല, ഇവർ ഇത് ഇത്ര വലിയൊരു സംഭവമാക്കി ഇവര് ഒന്ന് ഈ പിന്നെ ഫാസിസ്റ്റുകളെ പോലെ തന്നെ ഈ കള്ളപ്രചരണം എന്നത് ഈ ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു അജണ്ടയാണ്. ഇപ്പം കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇവർ പറഞ്ഞു നടന്നത് എന്താ? 18 മാസം ക്ഷേമ പെൻഷൻ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കുടിശ്ശിയാക്കി. ഞാൻ ഷാഫി അതിലേക്ക് വരാം. അത് നമുക്ക് ചർച്ചയ്ക്ക് എടുക്കുകയും ചെയ്യാം. വളരെ സ്പെസിഫിക് ആയി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഷാഫി ഞാനതിലേക്ക് വരാം. ഷാഫി, ഞാൻ ഒന്ന് ആശാവർക്കറുടെ അടുത്തേക്ക് ഒന്ന് പോകട്ടെ. കാര്യം അവർ അല്പനേരം കൂടി നമ്മളൊപ്പം ചർച്ചയിലുള്ളൂ. കാര്യം താങ്കൾ ഇത് ഉന്നയിച്ചാൽ ഉടൻ തന്നെ അരുൺ എനിക്ക് ആശാവർക്കറുടെ അടുത്തേക്ക് പോയാൽ പോരെ? എന്തിനാ വരുന്നത്? അല്ല, ഞാൻ അങ്ങിലേക്ക് വരും. കേരളം അറിയേണ്ടതാണ് അങ്ങ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ചോദ്യം. ഇടതുപക്ഷം കുറച്ച് കാലമായിട്ട് ഉന്നയിക്കുന്നതാണ്, ഇത് മുഖ്യമന്ത്രി അടക്കം ഉന്നയിക്കുന്നതാണ്, 18 മാസത്തെ കുടിശ്ശിക ഉമ്മൻചാണ്ടി സർക്കാരിന് ഉണ്ടായിരുന്നു എന്നുള്ളത്. അത് ശരിയാണോ എന്നുള്ള കാര്യം ഷാഫി ചാലിന് ഉന്നയിക്കാം. അതിനോട് മറുപടി പറയാം രണ്ടാം ഘട്ടത്തിൽ വരാം. ഷാഫി, അല്ല, ഒരു കാര്യം അരുൺകുമാർ ഒറ്റ കാര്യം പറഞ്ഞിട്ട് പോണം. നമ്മൾ ഈ വാരികയിൽ സ്നിപ്പറ്റ് പോലെ സംസാരിക്കാൻ കഴിയില്ല. ഈ നുറുങ്ങ് വർത്താനം പറഞ്ഞിട്ട് ഓരോരുത്തരും കൃത്യമായി ഉത്തരം പറഞ്ഞ് ചോദിച്ചു പോകണം എന്നുള്ളതാണ് നിലപാട്. ഷാഫി ചാലിയം, അങ്ങ് പറഞ്ഞ ആദ്യത്തെ പോയിന്റാണ് ചർച്ചയ്ക്ക് എടുക്കുന്നത്. ഈ പ്രഖ്യാപനങ്ങൾ കൊണ്ട് ഭരണവിരുദ്ധ വികാരത്തെ മാറ്റാൻ കഴിയില്ല എന്ന അങ്ങയുടെ ആദ്യത്തെ പോയിന്റ് ചർച്ചയ്ക്ക് എടുക്കുന്നു. അതിനുശേഷം രണ്ടാമത് ഞാൻ അങ്ങയിലേക്ക് വരാം. അങ്ങ് ഒരു നിമിഷം അടങ്ങൂ, നമ്മളൊരു 4 മിനിറ്റ് ആയല്ലോ. ഞാൻ രണ്ടാമത് അങ്ങയിലേക്ക് വരാം. ഷാഫി ചാലിയം, നമ്മൾ ഇതിന് എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് അവിടെ അതെ, അതിലേക്കാണ് ഞാൻ വരുന്നത്. പക്ഷേ എന്റെ ആദ്യത്തെ ചോദ്യം ഇതിന് ഭരണവിരുദ്ധ വികാരത്തെ മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ്. പെൻഷന്റെ പേരിലുള്ള അവകാശവാദം നമുക്ക് രണ്ടാം ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും ഇന്നത് ചർച്ച ചെയ്തിട്ടേ നമ്മൾ ഈ ചർച്ച പിരിയൂ. അത് ഞാൻ ഷാഫി ചാലിയത്തിന് നൽകുന്ന ഉറപ്പാണ്. ഇനി നമുക്ക് ആശാവർക്കറിലേക്ക് കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് KP റോസമ്മ നമുക്കൊപ്പമുണ്ട്. KP റോസമ്മ, 1000 രൂപയാണ് കൂട്ടിയിരിക്കുന്നത്. 21,000 രൂപയാണ് ആശാവർക്കർമാർ സമരം ചെയ്യുന്നവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 21,000 എന്നുള്ളത് ഏറെക്കുറെ അസാധ്യമായ ഒരു നമ്പറായി തോന്നുന്നുണ്ടോ ഇപ്പോൾ സർക്കാരിന് അറിയില്ല. 1000 രൂപ കൂട്ടിയതിനെ പലയിടങ്ങളിലും സ്വാഗതം ചെയ്ത് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ സമരം അവസാനിപ്പിക്കാൻ തയ്യാറല്ല. ഈ വീട്ടമ്മമാർക്കടക്കം 1000 രൂപ കൂട്ടിയൊരു പശ്ചാത്തലത്തിൽ നിങ്ങളുടെ ഒരു നേതാവ് പറഞ്ഞത് സ്ത്രീവിരുദ്ധ സർക്കാരാണ് ഇത് എന്നാണ്. ഇത് രണ്ടും എങ്ങനെയാണ് ചേർന്നു പോകുന്നത് KP റോസമ്മ? തീർച്ചയായും ഈ 1000 രൂപ കൂട്ടിയത് ഞങ്ങളുടെ 8 മാസവും 16 ദിവസവും പിന്നിട്ട സമരത്തിന്റെ ബലത്തിൽ തന്നെയാണ്.
ഞങ്ങളുടെ സമരം വിജയിച്ചതായിട്ടാണ് ഞങ്ങൾക്ക് ഇപ്പോൾ തോന്നിയിരിക്കുന്നതും ഞങ്ങൾ അത് 1000 രൂപ സ്വാഗതം ചെയ്തതും അതുകൊണ്ട് തന്നെയാണ്. ഒന്ന് മനസ്സിലാക്കണം, ഞങ്ങൾ സ്ത്രീകൾ ഈ വാഹനപ്പുകയടിച്ചും ഈ തെരുവോര തന്തിയുറങ്ങും രാത്രിയും പകലും 8 മാസത്തെ രാത്രിയും 8 മാസത്തെ പകലും 16 ദിവസത്തെ രാത്രിയും 16 ദിവസത്തെ പകലും ഞങ്ങളുടെ ചോര നീരാക്കി നേടിയ ഒരു വലിയ സമരത്തിലൂടെ, ഞങ്ങളുടെ പൗരബോധത്തിലൂടെ, ഞങ്ങളുടെ മുദ്രാവാക്യം വിളിയിലൂടെ പൂർണ്ണമായും നേടിയെടുത്തതാണ് ഞങ്ങളുടെ ഈ 1000 രൂപ. ഈ തെരഞ്ഞെടുപ്പ് പത്രികയിൽ വ്യക്തമായി പറഞ്ഞിരുന്ന കാര്യമായിരുന്നു 21,000 രൂപ കൃത്യമായിട്ടും സ്കീം തൊഴിലാളികൾക്ക്, കേരളത്തിലെ പാചക തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ ആശാവർക്കർമാർക്കും അങ്കണവാടി വർക്കർമാർക്കും ഡെയിലി 700 രൂപ വേജസിൽ 71,000 രൂപയാക്കുമെന്ന് സഖാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിന്റെ പ്രവർത്തന പത്രികയിൽ ഉണ്ടായിരുന്ന ഒന്നാണ്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ 1000 രൂപ 8.5 മാസത്തെ ഞങ്ങളുടെ ചോര നീരാക്കിയതിന്റെ പ്രതിഫലമായിട്ടാണ് ഞങ്ങൾക്കിപ്പോൾ അവകാശപ്പെടാൻ സാധിക്കുന്നത്. ഞങ്ങളുടെ ഈ സമരം കൊണ്ട് ഞങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ നേടി. ഇത് ഞങ്ങൾക്ക് മാത്രം, ഞങ്ങളുടെ സംഘടനയ്ക്കും മാത്രം അവകാശപ്പെട്ടതാണ്. യാതൊരു കാരണവശാലും 1 രൂപ പോലും കൂട്ടി തരില്ല എന്ന് പറഞ്ഞ സഖാവക്കന്മാരുടെ മുൻപിൽ ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ഇവിടുത്തെ CIT യൂണിയന്റെ പ്രബല യൂണിയൻ CIT യൂണിയന്റെ ഇളമനം കരീം ഒരിക്കൽ പറയുകയുണ്ടായി, ഞങ്ങൾ യാതൊരു കാരണവശാലും ആശാവർക്കർമാരുടെ വേതനം കൂട്ടാൻ ആവശ്യപ്പെടില്ല, കാരണം കേരളം കടത്തിലാണെന്ന്. പക്ഷേ അതിനെ എല്ലാം ഭേദിച്ചുകൊണ്ട് സഖാവ് നമ്മുടെ ഏറെ ബഹുമാന്യനായ മുഖ്യമന്ത്രി സമരത്തിന്റെ വഴിക്ക് പോകട്ടെ എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി തീർച്ചയായും ഞങ്ങൾക്ക് തന്ന ഈ 1000 രൂപ ഞങ്ങളുടെ സമര നേട്ടമായി ഞങ്ങൾ 2 കൈയും കൂട്ടി സ്വീകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ 233 രൂപയിൽ നിന്നും കേവലം 36 രൂപയാണ് അതുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. 36 രൂപയാണ് ഞങ്ങൾക്ക് കൂട്ടി തന്നിരിക്കുന്നത്. ഒരു കാരണവശാലും ഞങ്ങൾ സമരം അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളുടെ സമരത്തിന്റെ ഘട്ടം മാറും. ഈ വരുന്ന നവംബർ മാസം 1-ാം തീയതി കേരളം അതിദാരിദ്ര്യമല്ല എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ മറ്റൊരു ഘട്ടത്തിലേക്ക് പോകും. ഞങ്ങളുടെ സമരം ഞങ്ങൾ ഒരുപാട് നേടിയെടുത്തു. ഞങ്ങൾ ആരാണെന്നും ഞങ്ങൾ എങ്ങനെയാണെന്നും ഞങ്ങളുടെ വേതനം എന്താണെന്നും ലോകം മുഴുവനും അറിഞ്ഞു. ഞങ്ങളുടെ സമരം മൂലം ഇന്ത്യയിലെ 10 ലക്ഷത്തിലധികം വരുന്ന ആശാവർക്കർമാർക്ക് മുഴുവൻ പേർക്കും ഈ 1000 രൂപ കിട്ടുകയുണ്ടായി. അതേപോലെ തന്നെ ഞങ്ങളുടെ 26,155 ആശാവർക്കർമാർക്ക്, പാചക തൊഴിലാളികൾക്ക്, അംഗൻവാടി ടീച്ചർമാർക്ക്, എന്തിനേറെ വീട്ടിൽ മറ്റൊരു പദ്ധതിയിലും പെട്ടിട്ടില്ലാത്ത വീട്ടമ്മമാർക്ക് പോലും 1000 രൂപ കൂട്ടിയിട്ടുണ്ട്. അവരാരും സമരം ചെയ്തിട്ടല്ലല്ലോ അത് കൂട്ടിയത് എന്ന് വേണമെങ്കിൽ ഒരു മറുചോദ്യമാകാം. അതെ, ശരിയാ. ഞങ്ങള് ഈ 233 രൂപയിൽ നിന്നും 8 മാസത്തിന് മുൻപ് ഫെബ്രുവരി മാസം 10-ാം തീയതി സമരത്തിനിറങ്ങുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്ന ഓണറേറിയം 4-5 മാസം കുടിശ്ശികയായിരുന്നു. തിരുവോണത്തിന്റെ ഉത്രാടത്തിന്റെ അന്ന് പോലും ഞങ്ങൾക്ക് കാശ് കിട്ടാതെ ഞങ്ങൾ വിഷമിച്ചിട്ടുണ്ട്. ആ അവസരമാണ് ഞങ്ങള് സമരത്തിനിറങ്ങേണ്ടി വന്നത്. ആ സമരത്തിനിറങ്ങിയതിന്റെ ശേഷം തീർച്ചയായും ഈ 1000 രൂപ എന്നേ ഞങ്ങൾക്ക് തരാമായിരുന്നു. CIT യൂണിയൻ ഇളമനം കരീം സാറിന് പറഞ്ഞിരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എന്നാണ് പറഞ്ഞത്. ഒരു കാര്യം കൂടി, UDF സർക്കാരിന്റെ കാലത്ത് സംസ്ഥാനത്തിന്റെ ഓണറേറിയം വിഹിതം എത്രയായിരുന്നു? 1000 രൂപയായിരുന്നില്ലേ? എന്റെ പൊന്നു സാറേ, ഇനി ആ വർത്താനം അവിടെ നിർത്തുന്നത് വളരെ നല്ലതാ. ജനങ്ങളെ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. അന്ന് വെറും 3 ജോലിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് 35-അധികം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് 24 മണിക്കൂറും പ്രവർത്തനരഹിതമായിരിക്കുന്ന ആശാവർക്കർമാർക്ക് ഈ 7000 രൂപ കൊണ്ട് എന്ത് കിട്ടാനാണെന്ന് ലോകം കണ്ടു. ഇനിയെങ്കിലും ആ വാക്കൊന്ന് ഉപേക്ഷിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ 1000 രൂപ ഇന്നത്തെ കാലവും 10 വർഷത്തിനിടയിൽ 6000 രൂപ 7000 രൂപ വർദ്ധിച്ചിരിക്കുന്നു എന്നല്ലേ 6000 രൂപ വർദ്ധിച്ചിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. ജോലി വർദ്ധിച്ചിട്ടുണ്ട്. 1000 രൂപ എന്നുള്ളത് 6000 രൂപയായിട്ട് ഓണറേറിയം വർദ്ധിച്ചു. സെൻട്രൽ സ്കീമാണ്. അതൊന്നും മതിയാക്ക്.
ഞങ്ങൾക്ക് അതിനോട് കൂടെ വന്ന ജോലിയുടെ ബാഹുല്യം എത്രയാണെന്ന് മനസ്സിലാക്കുക. അത് എന്ത് കണക്കിലെടുക്കാത്തത്? അരമണിക്കൂറോ 1 മണിക്കൂറോ 2 മണിക്കൂറോ 4 മണിക്കൂറോ ചെയ്താൽ തീരുന്ന ജോലിയാണ് ആ വേതനത്തിൽ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി എന്തിനാ അത് പറയുന്നത്? വർഷങ്ങളായി അത് പറഞ്ഞു നിർത്തിയ പേജ് 1000 രൂപ സ്വീകരിക്കും. പക്ഷേ നിലവിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുന്നോ ആ ജോലിക്ക് ആനുപാതികമായി നിശ്ചയിച്ചിരിക്കുന്ന തുക കിട്ടണം, 21,000 കിട്ടണം എന്നുള്ളതാണ് ഇപ്പോഴും ആശാ വർക്കറിന്റെ ആവശ്യം. ആ സമരം മുന്നോട്ട് പോകും, സമരം കടുപ്പിക്കും എന്നുള്ളതാണ്, സമരത്തിന്റെ ഘട്ടം മാറുന്നു എന്നുള്ളത്. ഞാൻ തിരിച്ചു വരാം. മാത്രമല്ല വിരമിക്കൽ ആനുകൂല്യവും വിരമിക്കൽ ആനുകൂല്യവും ശരി. ഞാൻ മറ്റ് അതിഥികളിലേക്ക് കൂടി വളരെ വേഗം വരാം. എനിക്കറിയാം മിഥുൻ വിജയകുമാറിലേക്ക് കൂടി പോയിട്ട് ഞാൻ ഇടവേളയ്ക്ക് പോകാം. മിഥുൻ, ഈ പ്രഖ്യാപനങ്ങൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. പ്രഖ്യാപനങ്ങളെ എങ്ങനെയാണ് BJP കാണുന്നത്? ഇന്ന് KC വേണുഗോപാൽ പറഞ്ഞത് കേന്ദ്രത്തിലിരിക്കുന്ന മോദി സർക്കാരിൻ്റെ അതേ ശൈലിയാണ് പിണറായി വിജയനും സ്വീകരിക്കുന്നത് എന്നാണ്. ഈ പ്രഖ്യാപനങ്ങൾ യഥാർത്ഥത്തിൽ വോട്ടായി മാറാൻ സാധ്യതയുണ്ടോ? സ്ത്രീ വോട്ടർമാർ 31,40,000 മറ്റും വീട്ടമ്മമാർക്കാണ് ഈ ആനുകൂല്യത്തിന്റെ ഗുണം ലഭിക്കാൻ പോകുന്നത്. അരുൺ, ഇതിനെ BJP എങ്ങനെ കാണുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇതിനെ കാണുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ കൂട്ടുകയും, അതായത് ഇവിടെ ശരിക്കൊരു എക്കണോമിസ്റ്റ് കൂടി ഈ ചർച്ചയിൽ വേണ്ടിയിരുന്നു. കാരണം നമ്മുടെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഭയങ്കരമായി കൂട്ടാൻ പോവുകയാണ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഒരു പ്രാധാന്യമില്ലാത്ത ഒരു അനൗൺസ്മെന്റ് ആണ്. അതായത് എവിടെ നിന്നാണ് ഈ ഫണ്ടുകളൊക്കെ വരിക എന്ന് നമുക്കൊന്നും അറിയില്ല. പക്ഷെ അലോക്കേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ താങ്കൾ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച ഒരു കുടുംബത്തിന്റെ എക്സാമ്പിൾ ഉണ്ടല്ലോ, അതായത് അധിക വരുമാനത്തിന്റെ കണക്കൊക്കെ പറഞ്ഞു. അപ്പം അവിടെ താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിൽ മുതുമുത്തശ്ശൻ മുതൽക്ക് ഇന്ന് ജനിച്ചു വീണ കുഞ്ഞ് വരെ കേരളത്തിൽ വരാൻ പോകുന്ന വലിയൊരു കടത്തിന്റെ ഒരു ഷെയർ ഹോൾഡറായി മാറുകയാണ്. എനിക്കൊന്ന് ഷാഫി നേരത്തെ സൂചിപ്പിച്ചൊരു കാര്യം തന്നെയാണ്. അപ്പം എലക്ഷൻ സമയത്തെ രാഷ്ട്രീയ തന്ത്രങ്ങളെ കുറിച്ച് നമ്മളൊരു മാസ്റ്റർ ക്ലാസ് ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ഇപ്പോഴത്തെ ഈ ഒരു അനൗൺസ്മെന്റ്. കാരണം ഈ ഒരു ടേം എടുത്താൽ പോലും അവർക്ക് കഴിഞ്ഞ 4.5 വർഷത്ത് തോന്നാത്ത കാര്യങ്ങളാണ് ഇപ്പൊ പെട്ടെന്ന് തോന്നിയത്. ഇപ്പൊ നേരത്തെ പറഞ്ഞതേ കാര്യം, അതായത് മാനിഫെസ്റ്റോയിൽ സൂചിപ്പിച്ച സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ അത് 2,500 ആണ്. പക്ഷെ ഇപ്പോ അവർ 2,000 ആക്കി ഉയർത്തുന്നു. അപ്പൊ ഈ ഒരു ഡിലേ എന്തുകൊണ്ടായിരുന്നു? അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു പൊളിറ്റിക്കൽ മോട്ടീവോട് കൂടി വന്നൊരു കാര്യമാണ്. മാത്രമല്ല ഇവിടെ ഇതിന്റെ ഏറ്റവും വലിയ ഇത്രയും വലിയ അനൗൺസ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടൊരു കാര്യം, കേരളത്തിൽ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധതയുണ്ട് എന്ന കാര്യം ഗവൺമെന്റ് പോലും ഉൾക്കൊള്ളുന്നു. അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നു, അവരത് അംഗീകരിച്ചുകൊണ്ട് ഒരു ഗിമ്മിക് അല്ലെങ്കിൽ ഒരു വലിയ ക്യാമ്പയിൻ നടത്താൻ പോവുകയാണ് ഇനി. അപ്പം അതിന്റെ എനിക്ക് ഈ ഒരു ചർച്ചയിൽ ശ്രീ അരുൺകുമാർ CPM-ന്റെ, അതായത് ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം. എന്താ പറയാ, ഒരു പക്ഷേ ചാനൽ ചർച്ചകളിലൂടെ വന്നിട്ട് CPM-ന്റെ മുഖമായി മാറിയ ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തോട് എനിക്ക് ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഗവൺമെന്റിന്റെ ഈ ഒരു പുതിയ പ്രോമിസ് അനുസരിച്ച് 1000 മുതൽ 2000 വരെ പെൻഷൻ ഹൈക്കൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പൊ ഒരു വലിയ കോസ്റ്റ് വരാൻ പോവുകയാണ്. അതായത് ഒരു 10,000 കോടിയുടെ ഒരു ആനുവൽ കോസ്റ്റ്, അഡീഷണൽ കോസ്റ്റ് വരാൻ പോവുകയാണ്. 1 ലക്ഷം കോടി കടത്തിൽ നിൽക്കുന്ന കേരളത്തിന്, അതായത് ഇതൊക്കെ കൊടുക്കാനുള്ള, ഇതില് പലർക്കും കൊടുക്കാനുള്ള ശമ്പളം കൂടി കിട്ടും. ഗവൺമെന്റ് എംപ്ലോയീസിന്, ടീച്ചേഴ്സിന്, പെൻഷനേഴ്സിന് അരിയേഴ്സ് ആയി കൊടുക്കണ്ടേ. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ഒരു പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ ഇങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തുമ്പോൾ ഈ ഇരിക്കുന്ന കട എങ്ങനെ തീർക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള പേ ഔട്ട്സ് എങ്ങനെ നടത്താൻ പോകുന്നു, പെൻഡിങ് ആയിട്ടുള്ള പേ ഔട്ട്സ് എങ്ങനെ നടത്താൻ പോകുന്നു, അത് നടത്തി കഴിഞ്ഞിട്ടാണോ ഇത് കൊണ്ടുവരാൻ പോകുന്നത്, അതോ ഇത് കൊണ്ടുവന്നിട്ട് അതിനെ കൂടെ ഇക്വേറ്റ് ചെയ്യാൻ പോകുന്ന രീതിയിലാണോ ഇതിനെ കൊണ്ടുവരുന്നത്? അപ്പം നമുക്ക് അതിൽ ക്ലാരിറ്റി ഒന്നുമില്ല. പ്രത്യേകിച്ച് ഇവര് പറയുന്നു ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ഡിയർനെസ് അലവൻസ്, ഇതിലും ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഡിയർനെസ് അലവൻസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എത്രയോ കാലമായിട്ട് പെൻഡിങ് ആണ്. അപ്പൊ അവര് പേ റിവിഷൻ കൊണ്ടുവരുന്നു, പേ കമ്മീഷന്റെ അരിയേഴ്സ് ഒക്കെ എന്താ മെർജ് ചെയ്യാൻ പോവുകയാണെന്ന കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു. പക്ഷേ പെൻഡിങ് ആയിട്ടുള്ള പേയ്മെന്റ്സ് ക്ലിയർ ചെയ്യാതെ എങ്ങനെയാണ് ഇത് നടത്താൻ പോകുന്നത് എന്ന കാര്യത്തിൽ എല്ലാവർക്കും, സാധാരണക്കാർക്ക് ഒരു സംശയമുണ്ട്. ഇവിടെ പുതിയ വെൽഫെയർ സ്കീംസ് അനൗൺസ് ചെയ്യുന്നു, പക്ഷേ 1,800 കോടി കാരുണ്യ ഹെൽത്ത് സ്കീം വഴി എംപാനൽഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ഇതുവരെ കൊടുത്തു തീർത്തിട്ടില്ല. അത് പെൻഡിങ് ആയി കിടക്കുകയാണ്. അതൊക്കെ കൊടുത്തു തീർക്കാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ പുതിയ പദ്ധതികളൊക്കെ റോൾ ഔട്ട് ചെയ്യാൻ പോകുന്നത്? അപ്പൊ ഇത് വെറും ഒരു എലക്ഷൻ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു അതാണ് ഒരു ഇലക്ഷൻ തന്ത്രമായിട്ട് തന്നെയാണ് താങ്കളും അതിനെ കാണുന്നത്. ഞാൻ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഒരു ഇലക്ഷൻ ബമ്പറാണോ അതല്ല ഇലക്ഷൻ നമ്പറാണോ എന്നതാണ് ചോദ്യം. അഡ്വക്കേറ്റ് അരുൺകുമാറുണ്ട്. അരുൺകുമാർ, നേരത്തെ മുസ്ലിം ലീഗ് പ്രതിനിധി പറഞ്ഞതുപോലെ ഇതൊരു ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാമെന്ന് കരുതിക്കൊണ്ടുള്ളൊരു തന്ത്രം മാത്രമാണോ? അത് തന്നെയാണ് മിഥുൻ പങ്കുവയ്ക്കുന്നത്. KP റോസമ്മ പറയുന്നത് ഇത് നാമമാത്രമായ വർധന മാത്രമാണ്, അവരത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ആശാ വർക്കർമാരുടെ പ്രതികരണമാണ്. ഇന്ന് പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും പറഞ്ഞത് ഇത് തിരഞ്ഞെടുപ്പ് കുതന്ത്രമാണ് എന്നാണ്. അങ്ങനെയാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. KC വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ അതേ ശൈലി പിന്തുടരുന്നതിൻ്റെ തെളിവാണ് എന്നാണ്.
ഈ വമ്പൻ പ്രഖ്യാപനങ്ങൾ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പിൽ വെച്ച് പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും സംശയമുണ്ടാവില്ലേ അരുൺ? മിസ്റ്റർ അരുൺ, ഇവിടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുമ്പോൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ ഇടപെടുമ്പോൾ സാധാരണമായി ഇലക്ഷൻ മാനിഫെസ്റ്റോ, തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുക. ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർ അധികാരത്തിൽ വന്നാൽ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് അതിൻ്റെ ഒരു താരതമ്യ പഠനത്തിലാണ് ഈ ക്യാൻവാസ് ചെയ്യുന്നത്, വോട്ട് ക്യാൻവാസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു രാഷ്ട്രീയമില്ലാത്ത നിരവധി ആളുകളും തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഇടപെടുന്നുണ്ട്. ഞങ്ങൾ 2016 സമയത്ത് 14 ജില്ലയിലും സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സഞ്ചരിച്ച് ജനങ്ങളോട് ചോദിച്ചു, ഒരു നവകേരളം നിർമ്മിക്കാൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അവർ ചൂണ്ടിക്കാണിച്ച എഴുതി കൊടുത്ത കാര്യങ്ങൾ കൂട്ടിയോജിപ്പിച്ചാണ് 600 കാര്യങ്ങൾ അടങ്ങുന്ന പ്രകടന പത്രിക ഇറക്കിയത്. താങ്കൾക്കറിയാം, ആദ്യം നിപ വൈറസ്, ഓക്കി ദുരന്തം, നൂറ്റാണ്ടിലെ മഹാപ്രളയം, 2019 പ്രളയം, കോവിഡ് 1ാം ഘട്ടം, 2ാം ഘട്ടം, 3ാം ഘട്ടം, നിരവധി പ്രകൃതി ദുരന്തങ്ങൾ ആ 5 വർഷം വേട്ടയാടി. മറുഭാഗത്ത് CBI, NIA, ED, കസ്റ്റംസ്, ആദായ നികുതി വകുപ്പ്, കേന്ദ്ര അന്വേഷണ ഏജൻസി തലങ്ങും വിലങ്ങും ഈ വികസന പ്രവർത്തനങ്ങളിലേക്ക് കടക്കാതെ നോക്കി. പക്ഷേ അതിൽ 600ൽ 580 കാര്യങ്ങളും ഓരോ വർഷവും നടപ്പാക്കി പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ ജനങ്ങളെ അറിയിച്ചു. ആ അറിയിച്ചതിന്റെ ഭാഗമായി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്തൊക്കെയാണ് LDF പറഞ്ഞത്, എന്തൊക്കെയാണ് LDF ചെയ്തത്. അത് ജനങ്ങൾ വിലയിരുത്തി. ചരിത്രത്തിൽ ആദ്യമായി ഞങ്ങൾ 91 സീറ്റിൽ നിന്ന് 99ആയി മാറി, 42% വോട്ടിൽ നിന്ന് 45.3% വോട്ടായി മാറി. 2021 മുതൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. കോവിഡിന്റെ വലിയ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ആ 900 കാര്യങ്ങളിൽ ഭൂരിഭാഗം കാര്യങ്ങളും നടപ്പാക്കി മുന്നോട്ട് പോകുകയാണ്. ഈ ഇന്നലെ പ്രഖ്യാപിച്ച കാര്യങ്ങളൊന്നും ഒരു ഇലക്ഷൻ നമ്പറുമല്ല. ഈ LDFന്റെ പ്രകടന പത്രിക കഴിഞ്ഞ വർഷം ഞങ്ങൾ പുറത്തിറക്കിയ ഈ LDF പ്രകടന പത്രികയിൽ ഉൾപ്പെട്ടതാണ്. 10 കാര്യങ്ങൾ ഞങ്ങൾ പ്രഖ്യാപിച്ചു. ഉറപ്പാണ് ആരോഗ്യം, ഉറപ്പാണ് മികച്ച വിദ്യാഭ്യാസം, ഉറപ്പാണ് ജനക്ഷേമം, ഉറപ്പാണ് വികസനം, ഉറപ്പാണ് കരുതലുള്ള ഭരണം, ഉറപ്പാണ് പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തത, ഉറപ്പാണ് ആരോഗ്യ സുരക്ഷ, ഉറപ്പാണ് പാർപ്പിടം, ഉറപ്പാണ് പവർക്കെട്ട് രഹിത കേരളം, ഉറപ്പാണ് കായികമായിട്ടുള്ള പുരോഗതി. ഈ 10 കാര്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിന്റെ ഭാഗമായി ചരിത്രപരമായ തീരുമാനം ഞങ്ങൾ എടുക്കുക. ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യം നടപ്പാക്കാൻ ആ ഭരണകാലം 5 വർഷത്തിനിടയിൽ നടപ്പാക്കിയാൽ മതി. ഇപ്പോൾ 4.5 വർഷമേ ആയുള്ളൂ. ഇനിയും 6 മാസം മുന്നോട്ടുണ്ട്. ആ സമയത്താണ് അതിലേക്കാ വരുന്നത്. ചരിത്രപരമായിട്ടുള്ള തീരുമാനം എടുക്കുമ്പോൾ ചില സമയമൊക്കെ വരും. വീട്ടമ്മമാർക്ക് പെൻഷൻ, അങ്ങ് ഇവിടെ ആദ്യം സൂചിപ്പിച്ചല്ലോ, 62 ലക്ഷം പേർക്ക് സാമൂഹ്യക്ഷേമ പെൻഷൻ, 32 ലക്ഷം പേർക്ക് വീട്ടമ്മമാർക്ക് പെൻഷൻ, 5 ലക്ഷം പേർക്ക് യുവജനങ്ങൾക്ക് തൊഴിൽ അന്വേഷിക്കുന്ന വർക്ക് ടു കണക്ട് പെൻഷൻ. അതായത് കേരളത്തിൽ 18 വയസ്സിന് മുകളിലുള്ള ആകെ 2.5 കോടി ജനങ്ങളെ ഉള്ളൂ. 3.5 കോടി ജനങ്ങളിൽ 1 കോടി 18 വയസ്സ് താഴെയുള്ള, അപ്പൊ 2.5 കോടി ജനങ്ങളിൽ 1 കോടി 5 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനമായിട്ട് ഈ സംസ്ഥാനം മാറി. അങ്ങനെ പെൻഷൻ കൊടുക്കുമ്പോഴും പശ്ചാത്തല വികസന രംഗത്ത് ഒരു കുറവുമില്ല. അതുപോലെ വികസന അജണ്ടയിൽ ഒരു കുറവുമില്ല. എന്താണോ പ്രകടന പത്രികയിൽ പറഞ്ഞത് അത് കൃത്യമായി നടപ്പാക്കി ജനങ്ങളുടെ അടുത്തേക്ക് പ്രോഗ്രസ് റിപ്പോർട്ട്, ചരിത്രത്തിൽ ആദ്യമായി കുട്ടികളുടെ പ്രോഗ്രസ് റിപ്പോർട്ട് അല്ലാതെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ഗവൺമെന്റിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് എന്നൊരു ആശയം കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? അത് കൃത്യമായി ഇന്നത് പൂർത്തീകരിച്ചു, ഇന്നത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നു, ഇന്നത് ഞങ്ങൾക്ക് ഇനിയും പെൻഡിംഗ് ഉണ്ട് എന്ന് അവതരിപ്പിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പ് നൽകിയാണ്, ഇത് സാമ്പിൾ വെടിക്കെട്ടാണ്. ഇനിയുണ്ട് 6 മാസം. ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് ഒരു വിജ്ഞാന കേരളമായി, ഒരു നവകേരളമായി ഈ കേരളത്തെ സൃഷ്ടിച്ച് കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. ഇത് അടുത്ത ഗവൺമെന്റ് കൊടുക്കട്ടെ എന്നല്ല, ഈ ഗവൺമെന്റ് തന്നെ കൊടുക്കും. അതായത് അടുത്ത ഗവൺമെന്റും ഈ ഗവൺമെന്റ് തന്നെയാ. കാരണം ഭരണ തുടർച്ചയുടെ നേട്ടങ്ങൾ ഏറ്റവും ഭംഗിയായി നടപ്പാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ലോകത്ത് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കേരളത്തിൽ, ലോകത്ത് എവിടെയും കിട്ടുന്ന ജോലി കേരളത്തിൽ നിന്ന് ചെയ്യാൻ മാനവവിഭവ സൂചിക, സുസ്ഥിര വികസന സൂചിക, ഈ 2 സൂചികയിൽ കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് ഡൽഹിക്ക് വിളിച്ച് നിരന്തരമായിട്ട് അവാർഡ് തരുന്നത്. ഈ സമയത്ത് നിങ്ങളുടെ ചോദ്യം എന്താണ്? ഈ പണം എവിടെന്ന്? നമുക്കറിയാം, കടം, കേരളത്തിൽ വലിയ കടം, ശ്രീലങ്കയാകാൻ പോകുന്നു കേരളം എന്നല്ലേ നമ്മളെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത് 1 മാസം മുമ്പ് വരെ. ഈ രാജ്യത്ത് കടം ഉള്ള സംസ്ഥാനങ്ങളുടെ പട്ടിക എടുത്താൽ ആദ്യത്തെ 15 സംസ്ഥാനത്തിൽ കേരളം ഇല്ല എന്ന് കൃത്യമായി CAG റിപ്പോർട്ട് വന്നില്ലേ? ഈ മാധ്യമങ്ങൾ, ഇടതുപക്ഷത്തെ വിമർശിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ വരെ ആ വാർത്ത കൊടുക്കേണ്ടി വന്നില്ലേ? ആദ്യത്തെ 15 സംസ്ഥാനത്തിൽ കേരളം ഇല്ല എന്ന് എങ്ങനെ സാധിച്ചു?
പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തി, കൃത്യമായിട്ട് നികുതി പിരിവ് ഊർജിതമാക്കി, അതുപോലെ നിരവധി കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും എല്ലാം നടത്തിയ ഇടപെടലുകൾ, ടൂറിസം രംഗത്ത് വന്ന കുതിപ്പ്, കേന്ദ്രത്തിന്റെ ഒരു എക്സ്ട്രാ സഹായവും നമുക്ക് കിട്ടിയില്ല. ചൂരൽമല മുണ്ടക്കൈ അടക്കം നമ്മുടെ മുന്നിലുണ്ട്. പ്രകൃതി ദുരന്തങ്ങളിൽ പോലും കേരളത്തെ അവഗണിച്ചു. പക്ഷേ ഈ കേരളം സ്വയം പര്യാപ്തതയോടെ, കടമുണ്ട് പക്ഷേ അതിനനുസരിച്ച് 3 ഇരട്ടി സമ്പത്തുണ്ട്. ഏത് കടവും വീട്ടാൻ ഭാഗത്തുള്ള ശേഷിയുണ്ട്. കടത്തിന്റെ വലിപ്പം കൂടുന്നുണ്ടെങ്കിൽ സമ്പത്തിന്റെ ഇരട്ടം അതിന്റെ 3 ഇരട്ടിയായിട്ടാണ് കൂടുന്നത്. അതുകൊണ്ട് ഒരു സ്വയം പര്യാപ്ത സംസ്ഥാനമായി കേരളം മാറുമ്പോൾ, ഇത്തരത്തിൽ പ്രഖ്യാപനം വരുമ്പോൾ ആദ്യം എന്താണ് ബഹുമാനപ്പെട്ട നമ്മുടെ UDF-ന്റെ കൺവീനർ പറഞ്ഞത്? പ്രകടന പത്രികയിൽ പറഞ്ഞു എന്ന് വെച്ച് ശുദ്ധ മര്യാദകേട് കാണിക്കരുത് എന്നാ പറഞ്ഞേ. പണ്ട് നമുക്കറിയാം BJP-യുടെ നേതാവ് ശ്രീധരൻപിള്ള പറഞ്ഞ ഒരു വാചകമുണ്ട്, പ്രകടന പത്രികയിൽ പലതും പറയും, അതൊക്കെ നടപ്പാക്കാനുള്ളതാണോ എന്നത്. അതുപോലെ KPCC പ്രസിഡന്റ് പറയും, ഇത് കുതന്ത്രമാണ്. ഇതൊന്നും ഒരു കുതന്ത്രമല്ല. ശ്രീ ഷാഫി ചാലിയം വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്ന് നോക്കണം, ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ അയച്ചു തരാം LDF-ന്റെ പ്രകടന പത്രിക. എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത്? ആ 900 കാര്യങ്ങൾ ഞങ്ങൾ എത്ര നടപ്പാക്കി, ഇനി എത്ര പെൻഡിംഗ് ഉണ്ടെന്ന് പരിശോധിച്ചാൽ അങ്ങ് വരെ ഞെട്ടിപ്പോകും. കാരണം ചരിത്രം സൃഷ്ടിച്ച് ഈ ഗവൺമെന്റ് മുന്നേറുകയാണ്. ഇനിയും വലിയ വലിയ പ്രഖ്യാപനങ്ങളും ഇടപെടലും വരാൻ പോവുകയാണ്. അങ്ങനെ വികസന മുന്നേറ്റത്തിന്റെ ഒരു തേരോട്ടം നമ്മുടെ നാട്ടിൽ കാണുന്നു. ഇപ്പൊ ഇവിടെ പറഞ്ഞല്ലോ, ആശാ വർക്കേഴ്സിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, ഒരു ഘട്ടത്തിലും CITU പറഞ്ഞിട്ടില്ല സമരം ചെയ്യുന്ന ആശാ വർക്കേഴ്സിന് പണം കൊടുക്കരുത്, ഹോണറേറിയം കൊടുക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഒരു കാരണവശാലും നിങ്ങളുടെ ഇഷ്യൂ അഡ്രസ് ചെയ്യില്ലെന്നും പറഞ്ഞിട്ടില്ല. കാരണം ഇതൊരു കേന്ദ്ര സ്കീമാണ്. നിങ്ങളെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം. ആ തൊഴിലാളിയായിട്ട് അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് മിനിമം വേജസ് ആക്ടിന്റെ പരിധിയിൽ വരൂ. അതുകൊണ്ട് കേന്ദ്രം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഇവിടെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആശാ വർക്കേഴ്സിന്റെ കൃത്യമായിട്ടുള്ള ആവശ്യം തന്നെയാണ് പരിഗണിക്കപ്പെട്ടത്. ഇതുകൊണ്ട് പൂർണ്ണമായി എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഇവിടെ പറഞ്ഞല്ലോ 24 മണിക്കൂറും ജോലി ചെയ്യുന്ന, അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ്. നിങ്ങൾ നന്നായി വർക്ക് ചെയ്യുന്നുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് മറ്റു ജോലിയും ചെയ്യാം. 16 ദിവസം വന്നാൽ മതി, അറ്റൻഡൻസ് ഇല്ല, അപ്പോയിന്റ്മെന്റ് ഓർഡർ ഇല്ല. അത്തരം സാഹചര്യങ്ങളിലും ഈ ഗവൺമെന്റ് വരുമ്പോൾ വെറും 1000 രൂപയായിരുന്നു ഹോണറേറിയം. ആ ഹോണറേറിയമാണ് കൃത്യമായി ഇപ്പോൾ 8000 രൂപയായിട്ട് വർദ്ധിച്ചത്. ഈ ഗവൺമെന്റിന്റെ കാലയളവിൽ തന്നെ 7000 രൂപ വർദ്ധിച്ചില്ലേ എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞത് അത് ചോദിക്കല്ലേ. നിങ്ങളുടെ വർക്കിലോടും ബുദ്ധിമുട്ടും എല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗകര്യം തരണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇനിയുണ്ട് 6 മാസം കാത്തിരിക്കുക. കൃത്യമായി എല്ലാ വിഭാഗം ആളുകളെയും അഡ്രസ് ചെയ്യും. അതിൽ എല്ലാ തരത്തിലുള്ള സ്കീം വർക്കേഴ്സും അതിൽ പെടും. ഒരു തരത്തിലും പ്രകടന പത്രികയിൽ പറഞ്ഞിട്ട് അത് ചെയ്തില്ല എന്ന് നിങ്ങൾ ആവർത്തിക്കുന്ന ആശുപത്രികളിലേക്ക് പോയാൽ അവിടെ ശസ്ത്രക്രിയോപകരണങ്ങൾ പോലും വിതരണക്കാർ തിരിച്ചു വാങ്ങുന്ന അവസ്ഥയിലുണ്ട്. നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിലാണെങ്കിൽ കർഷകരാകെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. ഈ നിമിഷം പോലും നെല്ല് സംഭരണത്തിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട്. അതാണ് ഷാഫി നേരത്തെ ചൂണ്ടിക്കാണിച്ച ഭരണവിരുദ്ധ വികാരത്തിന്റെ കാര്യം. ഞാൻ PMC-യിലേക്ക് പോകുന്നില്ല, അതിപ്പോൾ സെറ്റിലായ ഒരു വിഷയമാണ്. പക്ഷെ അത് സൃഷ്ടിച്ച അലയൂലികൾ നമ്മുടെ മുന്നിലുണ്ട്. ഒറ്റ വിഷയം, ഈ ഏറ്റവും വലിയ കടമുള്ള സംസ്ഥാനമെന്ന് എല്ലാവരും വലിയ സന്തോഷത്തോടെ കൊട്ടിഘോഷിച്ച സംസ്ഥാനം കടത്തിന്റെ തോതിൽ 15 സംസ്ഥാനങ്ങളിൽ പെടാതെ വന്നത് എങ്ങനെ? ഈ സമയത്ത് കേന്ദ്ര സ്കീം അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും നമുക്ക് തന്നോ? നമുക്കറിയാം വിവിധ സ്കീം, വിദ്യാഭ്യാസ മേഖലയും ആരോഗ്യ മേഖലയും മറ്റു മേഖലകളിലെല്ലാം പല നിബന്ധനകൾ വെച്ച് നമുക്ക് തരാതെ അത് പിടിച്ചു വെക്കുന്ന സമീപനം സ്വീകരിച്ചു. ഇപ്പൊ 7 മാസം പെൻഷൻ കുടിശ്ശിക വന്നു. എങ്ങനെയാ വന്നത്? പെൻഷൻ കമ്പനികളുടെ പ്രവർത്തനത്തെ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റിൽ 2016 മുതൽ കൊടുത്ത പെൻഷൻ കേരളത്തിന്റെ കടമെടുപ്പ് തോതിൽ പെടുത്തി. കിഫ്ബി ദേശീയപാതയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ രൂപത്തിൽ തന്നെയല്ലേ? കിഫ്ബിയുടെ പ്രവർത്തനം മാത്രം പ്രത്യേക നിബന്ധനയിൽ കൊണ്ടുവന്നു. ഇത്തരത്തിലുള്ള എല്ലാ അവഗണനകളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ എല്ലാ വിഭാഗം ആളുകളെയും അധിക ചെലവാണ് വരാൻ പോകുന്നത് എന്ന് സർക്കാർ പറയുന്നുണ്ട്, മുഖ്യമന്ത്രി പറയുന്നുണ്ട്. നമുക്കറിയാവുന്നിടത്തോളം ഇനി മറ്റു കേന്ദ്ര പദ്ധതികളൊന്നും വരാനില്ല. അതാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ചത്. ഇതെങ്ങനെ, എവിടെ നിന്ന്, ഏത് അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾ എടുക്കും? നമ്മുടെ കയ്യിൽ എങ്ങനെ വരുമാനം ഇത്രയധികം? ഒരു മിനിറ്റ്. ഈ കഴിഞ്ഞ ഓണത്തിന്റെ കാലത്ത് എന്തൊക്കെയായിരുന്നു ഇവിടെ പ്രചരിപ്പിച്ചത്? അങ്ങേക്ക് ഓർമ്മയില്ലേ? ട്രഷറി അടച്ചുപൂട്ടും, സപ്ലൈകോ എന്നേക്കുമായിട്ട് പൂട്ടും, പെൻഷൻ വിതരണം നടക്കില്ല, കേരളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എന്ന അക്ഷരം അച്ചടിച്ചു വാർത്തയാക്കി വച്ച മാധ്യമങ്ങളുണ്ട് ഇവിടെ. 21,000 കോടി രൂപയാണ് ഓണാഘോഷം വിപുലമാക്കാൻ, സൂപ്പറാക്കി മാറ്റാൻ ഗവൺമെന്റ് മാറ്റിവെച്ചത്. ഈ സപ്ലൈകോയുടെ സ്റ്റോർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറവൂര് പ്രസംഗിച്ചത് ഇത്രയും നിറഞ്ഞു കവിഞ്ഞ സപ്ലൈകോ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന്. പിറ്റൂസം നിയമസഭയിൽ പോയി നുണ പറഞ്ഞു, ഞാൻ വിളക്ക് കത്തിച്ചേ ഉള്ളൂ, ഞാൻ പ്രസംഗിച്ചില്ല എന്ന് നുണ പറഞ്ഞപ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മയില്ലെന്ന് അദ്ദേഹം പറഞ്ഞത്. ഇതൊക്കെ ഗവൺമെന്റ് ചെയ്തിട്ടുണ്ട്. കാരണം 1 പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തി, 2 നികുതി പിരിവ് ഊർജിതമാക്കി, 3 കാർഷിക വ്യവസായ രംഗത്ത് വലിയ വിപ്ലവം, വലിയ മുന്നേറ്റം,
ടൂറിസം രംഗത്ത് മുന്നേറ്റം. കേരളം സ്വയം പര്യാപ്തതയായി മാറുകയാണ് മിസ്റ്റർ. അതായത് ഈ രാജ്യത്ത് നിന്ന് ഒരു അഡീഷണൽ ആനുകൂല്യമില്ല, ഉള്ളത് പിടിച്ചു വയ്ക്കുന്നു, ഉള്ളത് നിഷേധിക്കുന്നു, അഡീഷണൽ നിബന്ധനകൾ കൊണ്ടുവരുന്നു. ആ സമയത്തും കടമെടുപ്പിൽ നമ്മൾ കടത്തിന്റെ കാര്യത്തിൽ 15 സംസ്ഥാനങ്ങളിൽ പെട്ടിട്ടില്ലെങ്കിൽ നമ്മൾ അതിൽ സ്വയം പര്യാപ്തമായി എന്ന് അംഗീകരിക്കുന്നതിൽ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? എന്നുള്ളത് കണക്കുകൾ പ്രകാരം നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അതവിടെ നിൽക്കുന്നു, അത് വാസ്തവമാണ്. ഞാൻ അങ്ങയിലേക്ക് രണ്ടാം റൗണ്ടിൽ തിരിച്ചു വരാം. ഷാഫി ചാലിയത്തിന് ചോദ്യമുണ്ട്. ഷാഫി ചാലിയം, ഒരു നിമിഷം, ഇത് ഒരു സാമ്പിൾ വെടിക്കെട്ടെന്നാണ് പറഞ്ഞിരിക്കുന്നതിനുള്ള മറുപടി കൂടി വേണം. ഞാൻ നിരീക്ഷകനായ നമ്മുടെ ജോർജ് പൊടിപ്പാറയിലേക്ക് കൂടി പോയതിനു ശേഷം അങ്ങയിലേക്ക് മടങ്ങി വരാം. ശ്രീ ജോർജ് പൊടിപ്പാറ, തെരഞ്ഞെടുപ്പിനി തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ പ്രഖ്യാപനത്തിന് ബാക്കിയുള്ളൂ. നവംബർ 4-ാം തീയതി മിക്കവാറും പ്രഖ്യാപനം വരും. അത് കഴിഞ്ഞാൽ പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പായി, അത് കഴിഞ്ഞാൽ കഷ്ടിച്ച് 2 മാസം, അതിനിടയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും വരും. അപ്പോൾ തിരഞ്ഞെടുപ്പുകൾക്ക് തൊട്ട് മുന്നിൽ വെച്ചുകൊണ്ടാണ് വമ്പൻ പ്രഖ്യാപനങ്ങൾ നടന്നിരിക്കുന്നത്. ഇത് കേരളത്തിലെ വോട്ടർമാരെ സന്തോഷിപ്പിക്കുന്നതാണെന്നാണോ താങ്കൾ കണക്കാക്കുന്നത്? ഇത് വോട്ടായി പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ടോ ജോർജ് പൊടിപ്പാറ? ഈ ഭരണവിരുദ്ധ വികാരം, സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അഥവാ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ ഉയർന്നിരിക്കുന്ന വിവാദം, മറുഭാഗത്ത് PMC പദ്ധതിയുമായിട്ട് ഉയർന്നിരിക്കുന്ന വിവാദം, ഇതിനിടയിൽ പ്രതിപക്ഷത്തിൻ്റെ വലിയ സമരങ്ങളുടെ വേലിയേറ്റം, ഇത് സൃഷ്ടിക്കുന്ന ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ അന്തരീക്ഷത്തെ മാറ്റാൻ ഈ വളരെ പെട്ടെന്നൊരു മാസ്റ്റർ സ്ട്രോക്കുമായി മുഖ്യമന്ത്രിക്ക് സാധിച്ചു ഈ വമ്പൻ പ്രഖ്യാപനങ്ങളിൽ? ജോർജ് പൊടിപ്പാറ. ഇപ്പോൾ താങ്കളുടെ ടൈറ്റിലിൽ തന്നെ പറയുന്ന പോലെ ഇതൊരു ഇലക്ഷൻ നമ്പറാണോ അതോ ബമ്പറാണോ, ഇത് രണ്ടും ചേർന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിനകത്ത് ഈ ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഇലക്ഷൻ ബമ്പറാണ്. അവരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ട് അവരതിനെ സ്വാഗതം ചെയ്യും. കാരണം ആർക്കും അവരുടെ അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ അവരുടെ കൈകളിലേക്ക് പൈസ വരുന്നതിൽ സന്തോഷം കുറവുണ്ടാവില്ല. നേരെ മറിച്ച് ഇലക്ഷൻ നമ്പർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഈ 2ാം മന്ത്രിസഭയുടെ 4.5 വർഷം പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ഈ തുക അനുവദിക്കുമ്പോൾ ഇത്രയും കാലം നമ്മൾ കേട്ടിരുന്ന വായ്ത്താരി എന്താ? ഈ സർക്കാർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കേസ് അല്ലെങ്കിൽ ഒരേ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, ഒരു കാര്യത്തിനും പണമില്ല സർക്കാരിൻ്റെ കൈവശം, കേന്ദ്രം വീർപ്പ് മുട്ടിക്കുകയാണ്, ശ്വാസം മുട്ടിക്കുകയാണ്, ഞങ്ങളെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ക്ഷേമ പെൻഷൻ കുടിശ്ശികകൾ വന്നത്. അതുപോലെ തന്നെ ക്ഷേമ ബോർഡുകളിൽ നിന്ന് ഇതിൽ പണമെടുത്തു, അവരുടെ പെൻഷനുകളും ആനുകൂല്യങ്ങളും കൊടുക്കാൻ പറ്റാത്തത്. അതുപോലെ തന്നെ ആശുപത്രികളിൽ മരുന്ന് സപ്ലൈ ചെയ്തവർക്ക് കാശ് കൊടുക്കാനില്ലാത്തത്. കാരുണ്യ ബെനവളൻ സ്കീം പ്രകാരം 1800 കോടിയോളം രൂപ കൊടുക്കാൻ ബാക്കി വന്നത്. അങ്ങനെ പാചകത്തൊഴിലാളികൾക്ക് കാശ് കൊടുക്കാനില്ലാത്തത്. നെല്ല് സംഭരിച്ച വകയിൽ കാശ് സമയത്ത് കൊടുക്കാൻ പറ്റാത്തത്. ഇതിനെല്ലാം ഒരേ ഒരു കാരണമാണ് തുടർച്ചയായി ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരുന്നത്: കേന്ദ്രം വീർപ്പ് മുട്ടിക്കുന്നു, നമ്മൾ വരുമാനം കുറയുന്നു, അല്ലെങ്കിൽ നികുതി വരുമാനം പ്രതീക്ഷിച്ച പോലെ ഉയരുന്നില്ല, ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഇങ്ങനെ ഇത് കേട്ട് മടുത്ത് മാസങ്ങളോളം ക്ഷേമ പെൻഷൻ പോലും കുടിശ്ശികയാക്കി ഇപ്പോൾ ആ കുടിശ്ശിക പതുക്കെ വീട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ഓൾ ഓഫ് എ സഡനായിട്ട് ഒരു തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം, ആ വിജ്ഞാപനം പുറത്തു വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 13,000 കോടി രൂപയിലധികം പ്രതിവർഷം ബാധ്യത വരുന്ന ഈ ക്ഷേമ പദ്ധതികളുടെ ഒരു എന്താ പറയുക, ഒരു ഘോഷയാത്രയാണ് നമ്മൾ കേൾക്കുന്നത്. അതായത് ക്ഷേമ പെൻഷൻ 1,600 രൂപ 2,000 ആക്കുന്നു. 35 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾക്ക് 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് പ്രതിമാസം 1000 രൂപ, വിദ്യാർത്ഥികൾക്ക് പെൻഷൻ, ആശാ വർക്കർമാർക്ക്, അത് അംഗൻവാടി, ഇങ്ങനെ നിരവധി ആനുകൂല്യങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് വരുന്നത്. ഇവിടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ സർക്കാരിൻ്റെ അവരുടെ മുമ്പിൽ വളരെ കൃത്യമായ ഒരു എക്സാമ്പിളുണ്ട്. അതായത് ഇതിനു മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കോവിഡിന് ശേഷമുള്ള കാലഘട്ടത്തിൽ കഴിഞ്ഞ തവണ ഈ നിരന്തരമായിട്ട് അഴിമതി ആരോപണങ്ങളുടെ ഘോഷയാത്ര ഉണ്ടായിട്ടും അന്ന് കൃത്യമായ രീതിയിൽ കോവിഡ് പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ കിറ്റ് വിതരണവും ആനുകൂല്യങ്ങളുടെയും കരുതലിൻ്റെയും ഒരു ഇഫക്റ്റിലാണ് അന്ന് തുടർഭരണം സാധ്യമായത്. അത് വീണ്ടും ഒരിക്കൽ കൂടി അത് വിജയകരമായി പരീക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഈ സർക്കാർ എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ കഴിയും. അതിൻ്റെ ഒരു തനിയാവർത്തനമാണ്. ആ മാതൃകയിൽ നിന്ന് ഉൾക്കൊണ്ട ആവേശമാണ് ഈ ഒരു പരീക്ഷണത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി പോകാൻ ഈ സർക്കാരിനെ പ്രേരിപ്പിക്കുന്നത്. അരുൺകുമാർ വരച്ചിട്ട ചിത്രം എത്ര മനോഹരവും ചേതോഹരവുമാണെങ്കിലും അത് മാത്രമല്ല വാസ്തവം എന്നുള്ളത് അദ്ദേഹത്തിന് നല്ല ബോധ്യമുള്ള കാര്യമാണ്. അത്രയും മനോഹരമാണ്, അത്രത്തോളം ലാവണ്യമാണ് ഈ ഇവിടെ ഇടതുമുന്നണി കൊണ്ടുവന്ന വികസനത്തിനും കരുതലിനും അതുപോലെ തന്നെ നവകേരളത്തിനുമെങ്കിൽ തുടർച്ചയായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം
നിരന്തരം പരാജയപ്പെടുന്ന കാഴ്ച കാണേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ ജനത്തിന് ഇത് മുഴുവനൊന്നും ബോധ്യപ്പെട്ടിട്ടില്ല. അദ്ദേഹം വരച്ചിടുന്നത് പോലെ വാഗ്ദാനങ്ങൾ മുഴുവൻ നിറവേറ്റിയൊരു സർക്കാരാണെങ്കിലും അത് ജനം അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ കോവിഡ് കാലത്ത് നമ്മൾ പോരാടിയിരുന്ന ഒരു എക്സ്റ്റേണൽ ഫോഴ്സിനോടാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു യുദ്ധകാലത്ത് പാകിസ്ഥാനെതിരെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ ഒരു ഔട്ട്സൈഡ് ശത്രുവിനെ നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഭരിക്കുന്ന സർക്കാരിനും അതിന് നേതൃത്വം നൽകുന്ന പാർട്ടിക്കും പ്രത്യേകിച്ചൊരു ആനുകൂല്യം കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അത് സ്വാഭാവികമാണ്, ലോകത്ത് എല്ലായിടത്തും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇക്കുറി അങ്ങനെയുള്ളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല. കോവിഡ് ആദ്യമായിട്ട് കണ്ട ഒരു സംഗതിയാണ്. ജനം ഭയത്തിലായിരുന്നു. ആ സമയത്ത് ഞങ്ങളെ കരുതിയ, ഞങ്ങളുടെ കൂടെ നിന്ന, ഞങ്ങൾക്കെല്ലാം തന്ന ഒരു സർക്കാർ, ആ സർക്കാരിന് കിട്ടുന്ന ഒരു ആനുകൂല്യം ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഇല്ലാത്ത കാശില്ല എന്ന് പറഞ്ഞ സർക്കാർ വോട്ട് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇങ്ങനെ വാഗ്ദാനങ്ങൾ കോരിച്ചെരിയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനം ചിന്തിക്കുന്ന ഒരു ന്യായമായ ചിന്തയുണ്ട്. എങ്കിൽ പിന്നെ ഇത്രയും കാലം എന്തിന് കാത്തു നിന്ന് ഉള്ള ആനുകൂല്യങ്ങൾ പോലും കൊടുക്കാതെ ഇപ്പൊ 19 ജീവനക്കാർക്ക് കോവിഡോ പ്രളയമോ മറ്റേതെങ്കിലും സമാനമായ സാഹചര്യമോ ഇല്ലാത്തതുകൊണ്ട് രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. അങ്ങേക്ക് അവസാനിപ്പിക്കാം ഒരു അരമിനിറ്റിനുള്ളിൽ. വ്യത്യസ്ത ഒറ്റ പോയിന്റേ പറയുന്നുള്ളൂ. അപ്പോൾ അത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാതിരിക്കുന്ന എന്തുകൊണ്ട്? അത് ഈ പറഞ്ഞതുപോലെ കൊടുക്കാൻ മാൻഡേറ്ററി അല്ലേ, സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് കൊടുക്കേണ്ടതാണ്. അതിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും 4% കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്, കൊടുക്കുന്നുള്ളൂ, അനുവദിക്കുന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന പോലെ ഇത്രത്തോളം മനോഹരമാണോ കാര്യങ്ങൾ? അരുൺകുമാർ ഒരു ചിത്രം അങ്ങ് വരച്ചിട്ടിട്ട് ഇതിനു മുമ്പില്ല, ഇതിനു മുമ്പ് കേട്ടിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അല്പം സാമ്പത്തിക ശാസ്ത്രം അറിയുന്ന, അല്പം സാമൂഹ്യ ബോധമുള്ള, കേരളത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് കുറച്ചെങ്കിലും ബോധ്യമുള്ള മനുഷ്യർക്ക് ഇത് കേൾക്കും ചിരി വരും. എന്താണ് ഇങ്ങനെയൊക്കെ തള്ളി മറിക്കുന്നത് എന്ന് തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? അത്രയൊന്നും ബോധമില്ലാത്ത അല്ലെങ്കിൽ അത്രത്തോളം ആഴ്ന്ന് ചിന്തിക്കാത്ത സാധാരണ മനുഷ്യന് ഈ 400 രൂപ കിട്ടുമ്പോൾ ഒന്ന് കൈയടിച്ചെന്ന് വരും. പക്ഷേ അതുകൊണ്ട് മാത്രം കൈയടിക്കുമോ പ്രബുദ്ധ കേരളം എന്ന് ചോദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നത് ഇല്ല എന്ന് തന്നെയാണ്. ഓക്കെ, വ്യക്തമാണ്. മിനി ബഡ്ജറ്റിന് സമാനമായ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഇലക്ഷൻ ബമ്പറാണോ അതല്ല അത് കേവലം ഇലക്ഷൻ നമ്പറാണോ എന്നുള്ളതാണ് ചോദ്യം. ശ്രീ ഷാഫി ചാലിയും, അങ്ങയോട് നേരത്തെ CPM നേതാവ് പറഞ്ഞത്, ഇത് പ്രതിനിധി പറഞ്ഞത്, ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്, യഥാർത്ഥ വെടിക്കെട്ട് വരാനിരിക്കുന്നതേ ഉള്ളതാണ്. അതിന് അങ്ങേക്ക് മറുപടി പറയാം. ഒപ്പം അങ്ങ് നേരത്തെ ഉന്നയിക്കാൻ ശ്രമിച്ച ഈ 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്കൊരു ചർച്ചയുമാകാം. ഇനിയുള്ള ഒരു 12 മിനിറ്റ് നേരം നമുക്ക് ആ വിഷയം കൂടി ചർച്ചയ്ക്കെടുക്കാം. ഷാഫി ചാലിയും, അങ്ങയുടെ സമയമാണ്, 3 മിനിറ്റ്, ഞാൻ ഇടപെടില്ല. അതായത് 18 മാസം ഉമ്മൻചാണ്ടി സർക്കാർ ഈ കുടിശ്ശികയാക്കി എന്ന ആ കള്ളപ്രചരണം കേരളത്തിൽ ഒട്ടുനീളം വന്ന് CPM നടത്തി. അതിൻ്റെ യാഥാർത്ഥ്യം വളരെ കൃത്യമായി പുറത്തു വന്നല്ലോ. M സ്വരാജിന് തോമസ് ഐസക്ക് കൊടുത്ത മറുപടിയിൽ തന്നെ പറയുന്നുണ്ട്, വെറും 3 മാസമാണ് കുടിശ്ശിക. അത് തന്നെ കുടിശ്ശികയുള്ള കാരണം ബാങ്കിൻ്റെ, പോസ്റ്റ് ഓഫീസിൻ്റെ ടെക്നിക്കൽ എററാണ്. പക്ഷേ തോമസ് ഐസക്ക് ഇങ്ങനെ ഒരു ഉത്തരം കൊടുത്തെങ്കിലും, പിന്നെ സ്വരാജിനാണ് കൊടുത്തതെങ്കിലും, ഇവർ ഉടനെ എപ്പോഴും യൂട്യൂബിൽ കിടക്കുകയാണ്. എൻ്റെ സുഹൃത്ത് പിന്നെ അഡ്വക്കേറ്റ് അരുൺകുമാർ പിന്നെ പറയുണ്ടായി, ഇന്ത്യയിലെ കടമെടുത്ത സംസ്ഥാനങ്ങൾ പട്ടികയെടുത്ത് നോക്കാൻ. കടമെടുത്ത സംസ്ഥാനങ്ങളുടെ പട്ടികയിലെടുക്കേണ്ടത് അവിടുത്തെ ജനസംഖ്യ കൂടി നോക്കണം അരുൺകുമാർ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ മേഘാലയ പിന്നെ തുടങ്ങിയ അത്തരം സ്റ്റേറ്റുകൾ, ഇവിടെ ഗോവ, കേരള, ഇതൊക്കെ കൊച്ചു സ്റ്റേറ്റാണ്. ഈ സ്റ്റേറ്റുകളൊന്ന് കമ്പയർ ചെയ്ത് കൊടുത്താൽ ഏറ്റവും വലിയ കടമെടുത്ത ഏതായിരിക്കും? കേരള ആയിരിക്കും. അല്ലാതെ വെറും 3.25 കോടി മനുഷ്യന്മാരുള്ള കേരളത്തിനെ 16 കോടി ജനമുള്ള UP നിങ്ങൾ കമ്പയർ ചെയ്യേണ്ടത് മനസ്സിലാക്കണം. അപ്പോൾ കേരളത്തിൻ്റെ പൊതുകടം പിണറായി ഉമ്മൻചാണ്ടി ഇറങ്ങുമ്പം 152 കോടിയാണ്, വെറും 152 അടി. അത് എത്ര ആക്കിയാൽ നിങ്ങൾ ചിന്തിച്ച കയ്യില റോക്കറ്റ് പോയ ഏരിയ പോയത് 9 ലക്ഷം കോടിയാണ്. എന്തിനാപ്പം ഈ PM ശ്രീ വാനി തനിച്ച വർഗീയത എന്ന് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ദേശാഭിമാനിയും ഒക്കെ എഴുതിയത്, പ്രസംഗിച്ചായിരുന്നത്? എന്തിനാ പോയി ഒപ്പിട്ടത്? PM ശ്രീ നന്നായതുകൊണ്ടാണോ? ഇല്ല, പൈസ വേണം. പൈസ ഇല്ലാത്തതുകൊണ്ട് ഒപ്പിട്ട്. അപ്പോൾ പൈസ കിട്ടാൻ വേണ്ടി അതിൽ ഒപ്പിടുക. ഇവിടുന്ന് ഇപ്പോഴത്തെ പ്രഖ്യാപിക്കാൻ പൈസ ഇവിടുന്ന് വന്ന് അത് നമുക്ക് കടമെടുക്കാം അല്ലേ? അതായത് ഒരു പാവപ്പെട്ട വീട്ടിൽ ഒരു തസ്കരൻ കയറി അവൻ ഉണ്ടാക്കി വെച്ച ഒരു 10,000 രൂപ മോഷ്ടിച്ച് കൊണ്ടുപോയി. മനസ്സിലാക്കണം. പിറ്റേ ദിവസം ആ തസ്കരന് ഒരു അലിവ് തോന്നിയിട്ട് ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാൻ ഒരു 50 രൂപ കവറിലിട്ട് ആ വീട്ടുകാർക്ക് കൊണ്ടുകൊടുക്കുന്ന ഒരവസ്ഥ എങ്ങനെയായിരിക്കും? അതിന് തുല്യത്.
ഒരു കുടുംബത്തെ ഇനി എങ്ങനെ പിഴിയാനുള്ളത്? ഇനി എന്താണ് പിടിച്ചു പറിക്കാൻ നിങ്ങൾക്ക് ബാക്കിയുള്ളത്? നിങ്ങളും കൊള്ളക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏറ്റവും സാധുക്കളെ നിങ്ങൾ പിടിച്ചോ? നിങ്ങൾ മദ്യത്തിന് വില കൂട്ടിക്കോ? വലിയവന്മാരെ പിടിച്ചോ? നിങ്ങൾ നോക്ക്, OP ടിക്കറ്റിന് കൂട്ടി. നിങ്ങൾ ആരാ OP ടിക്കറ്റിന് ക്യൂ നിൽക്കണത്? ഇവിടുത്തെ മുതലാളിമാരാ? OP ടിക്കറ്റിന് കൂട്ടി. പാവം ഓട്ടോ 15 മാസം അല്ല 15 കൊല്ലം കഴിഞ്ഞ വാഹനങ്ങളുടെ പെർമിറ്റ് എത്ര ഇരട്ടി നിങ്ങൾ കൂട്ടി? 1-2 ആണെങ്കിൽ തിരക്കടില്ല. ആരാണ് 15 വർഷം കഴിഞ്ഞ വാഹനം വാങ്ങിയിട്ട് അത് പോയിട്ട് പെർമിറ്റ് പുതുക്കാൻ പറ്റുന്നത്? പാവപ്പെട്ട തൊഴിലാളികൾ അല്ലേ? എത്ര ഒരു ആൾട്ടോ കാറ് 10-12 റുപ്യ കൊടുത്താലേ എന്ത് കിട്ടും? ഒരു പഴയ 800 കാറ് കിട്ടും. ഒരു സ്വപ്നം ഓരോരുത്തരെ അവനവൻ്റെ അച്ഛനെയും അമ്മനെയും കൂട്ടി ഒരു കാറിൽ ഒരു സിനിമക്ക് പോവുക, ഒരു കല്യാണത്തിന് പോവുക, ആശുപത്രിയിൽ പോവുക. അവരാണ് 10-12 റുപ്യക്ക് പോയി വാങ്ങണത്. അത് 15 കൊല്ലം കഴിഞ്ഞാൽ അത് പുതുക്കാനുള്ള ഫീസ് വെറും 800 രൂപ ഉണ്ടായിരുന്നത് 18,000 ആക്കിയത്. ഇവരാരെയാണ് പിടിച്ചു പറിക്കുന്നത്? മുഴുവൻ പാവങ്ങളെ പിടിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ അത് തന്നില്ല, ഇത് തന്നില്ല. ഇനി എന്താ നിങ്ങൾ കൂട്ടാൻ ബാക്കി? 5 ഇരട്ടിയല്ലേ വൈദ്യുതി കൂട്ടിയത്? വൈദ്യുതി കൂട്ട് മാത്രമല്ല, വൈദ്യുതി ബില്ലിംഗ് സ്വഭാവം മാറ്റിയില്ല നിങ്ങൾ. 30-ാം തീയതി കഴിഞ്ഞാൽ വൈദ്യുതി ഓഫീസിൽ നിന്ന് ബ്ലേഡ് കമ്പനിക്കാരെ വിളിക്കുന്ന കാര്യമാണ് ഉദ്യോഗസ്ഥന്മാർ വിളിക്കുന്നത്. വരട്ടുകയാണ്. വരട്ടിയിട്ട് എന്താണ്? ഒരു മര്യാദയില്ല. ചെറുകിട വ്യവസായ സംരംഭകരെ പോലും വരിഞ്ഞു മുറുക്കുകയാണ്. ഒരു ഫുഡ് പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവന്മാർ ഫീസ് ഒരുക്കൊണ്ടുകയാണ്. കണ്ടില്ലേ? പണം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടായിക്കോളുന്നില്ല. അതിനാണ് ഫൈൻ എന്ന സാധനം. ഈ ഫൈനല്ലുള്ളത് ഫീസ് അണ്ടൂര. ഇതിനൊക്കെ ഒരു മാഫിയാക്കി കേരളം മാറ്റിയിരിക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഇവർ കൈവക്കാത്ത സ്ഥലങ്ങൾ ഏതാണുള്ളത്? വീടിൻ്റെ പെർമിറ്റ് എത്രയാണ്? ഞങ്ങളിപ്പോൾ വരും ഒരു കണക്ക് പറഞ്ഞു. 3000 വീട്ടിലേക്ക് വരാൻ പോകുന്നു, 4000 വരാൻ പോകുന്നു. എത്ര വീട്ടുകാരുടെ അടുത്ത് നിന്ന് അടിച്ചു കൊണ്ടുപോയത്? ഏതെല്ലാം മേഖലയിൽ? ഇനി എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഊറ്റാൻ ബാക്കിയുള്ളത്? വെള്ളക്കരം, ആ കരം, ഈ കരം, 5 ഇരട്ടി വൈദ്യുതി. ഇങ്ങോട്ട് പറയാം പവർ കട്ടില്ല. പവർ കട്ട് ഈ നാട്ടിൽ നിന്ന് പോയിട്ട് 15 കൊല്ലമായി. നിങ്ങൾ അറിയില്ല അരുൺകുമാർ വിവരം? പവർ കട്ടില്ലല്ലോ. 40 ലക്ഷം തൊഴിൽ കൊടുക്കും എന്നറിഞ്ഞി. ആർക്കാ തൊഴിൽ കൊടുത്തത്? ഭാഷ ഇംഗ്ലീഷ് പോലും അറിയാത്തവന് PhD ഇവിടെ കിട്ടുക. എന്താ ഈ നാട്ടിൽ നടക്കുന്നത്? ആർക്കാ തൊഴിൽ കിട്ടണത്? ആരാണ് പിൻവാതിലൂടെ കയറിക്കൂടുന്നത്? നമ്മുടെ നാട് കണ്ടതല്ലേ ഇതൊക്കെ? ഇതൊക്കെ ഈ കേരളീയർക്ക് അറിയില്ലെന്നാണ് നിങ്ങൾ വിശ്വാസം? മാത്രമല്ല 3.5 കോടി മനുഷ്യന്മാരെ മുഴുവനും നാണം കെടുത്തിക്കൊണ്ടുള്ള ഏർപ്പാടിലല്ലേ നിങ്ങൾ പോയത്? നിങ്ങളെ തത്വത്തിൽ വിട്ടുവീഴ്ച ചെയ്തില്ലേ? കുന്നിക്ക് പിടിച്ച് CPI പോലൊരു കക്ഷി നിങ്ങളെ തിരുത്തിക്കില്ലേ? അവരുടെ മുമ്പിൽ നിങ്ങൾ നാണം കെട്ടിയില്ലേ? ഇങ്ങോട്ട് എല്ലാവിധ നമ്മുടെ നാട്ടിലെ നിയമവും സംവിധാനവും കീഴ്വഴക്കും ഒക്കെ കാറ്റിൽ പറത്തി. നമ്മുടെ ഭരണഘടനയുടെ അനുച്ഛേദം 166 പ്രകാരം ഓരോ സംസ്ഥാനങ്ങളും എന്താണ് അവർ റൂൾസ് ആൻഡ് ബിസിനസ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അങ്ങനെ ചെയ്ത ഒരു സംവിധാനം ഇവിടെ ഉണ്ട്. അഡ്മിനിസ്ട്രേഷൻ പിന്നെ കാര്യങ്ങൾ ഒരു മന്ത്രിക്ക് വേണേൽ ചെയ്യാം. എന്നാൽ പോളിസി മാറ്റർ ക്യാബിനറ്റാണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സാണ് ചെയ്യേണ്ടത്. അതിവിടെ കാറ്റിൽ പറത്താൻ നിയമം ലംഘിക്കുകയാണ്. ഇനി ഇതിൻ്റെ പേരിൽ എന്താ ഇനി കേന്ദ്രത്തിൽ നിന്ന് വരാൻ പോകുന്നത്? കേന്ദ്രം അവകാശം തരുന്നില്ല. അവകാശം പിടിച്ചു വെച്ചത് തിരിച്ചു വാങ്ങാനാണ് KV തോമസ് എന്നൊരു ആർത്തിപ്പണ്ടാരത്തിന് അവിടെ കൊണ്ടുവച്ചത്. എത്രയാണ് അദ്ദേഹത്തിന് വീട്ടുവാടക? അദ്ദേഹത്തിന് ക്യാബിനറ്റ് റാങ്കും ലക്ഷക്കണക്കിന് ഉറുപ്പിൻ്റെ. ഇത്രയും കാലം അയാൾ വാങ്ങിയ പൈസ എത്രയാണ്? അയാൾ ഇടപെട്ട് കേന്ദ്രത്തിൽ നിന്ന് എന്താ വാങ്ങി തന്നത്? അയാൾ പൂർണ്ണമായി പരാജയം എന്നല്ല ഇതിൻ്റെ അർത്ഥം. എങ്കിൽ തിരിച്ച് വിളിച്ച് വീട്ടിൽ കൊണ്ടുപോയിരുത്തേണ്ട അദ്ദേഹത്തെ. എന്താ നിങ്ങൾ എവിടെയാണ് ഈ ഇവിടെ എൻ്റെ സുഹൃത്ത് അരുൺ പറയുണ്ടായി ഇവിടെ നടത്തിയ യാത്രേനെ കുറിച്ച്. ആ യാത്രക്ക് ഉപയോഗിച്ച ബസ്, ലിഫ്റ്റുള്ള ബസ് എവിടെയാണ്? കട്ടപ്പുറത്താ. നിങ്ങൾ എന്താ പറഞ്ഞത്? യാത്ര കഴിഞ്ഞാൽ അതിനെ എന്താണ് എക്സിബിഷനിൽ കൊണ്ടുവച്ച് എന്താണ് എന്താണ് വരുമാനം ഉണ്ടാക്കും. ഭാരം പറഞ്ഞ വാക്കാ നമ്മൾ കേട്ടില്ലതൊക്കെ. നിങ്ങൾ അടിച്ച ദൂരത്തിന് കയ്യും കണക്കുണ്ടോ? എത്ര കോടി രൂപ എല്ലാ പ്രോജക്റ്റും പ്രഖ്യാപിക്കും, അതിന്റെ പ്രൈമാഫേസി തുക കോടികൾ അനുവദിക്കും, എന്നിട്ട് യൂട്ടേൺ അടിച്ചിട്ട് പോകും. ഈ സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതി തകർത്ത. ശരി, തീർച്ചയായിട്ടും. പക്ഷേ അപ്പോഴും ഷാഫി ഒരു ചോദ്യം. നമ്മുടെ സംസ്ഥാനം ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള 15 സംസ്ഥാനങ്ങളിലില്ല എന്നുള്ളത് ഷാഫിക്കൊരു ആത്മവിശ്വാസം നൽകുന്ന ഘടകമല്ലേ? അവിടെയാണ് സംസ്ഥാനങ്ങളെ തുലനം ചെയ്യേണ്ടത്. അങ്ങനെ എല്ലാവരും കുമാർ ജനസംഖ്യയുമായിട്ട് അതിന് തുലനം ചെയ്യണം. പെർ ക്യാപിറ്റൽ ഇൻകം നോക്കണം. 3.5 കോടിയുള്ള ഒരു സ്റ്റേറ്റിലെ അതേമാതിരി 16 കോടിയുള്ള ഒരു സ്റ്റേറ്റിലെയും കടം തമ്മിൽ വ്യത്യാസമുണ്ട്, റേഷ്യോ വ്യത്യാസമുണ്ട്. ധനക്കമ്മി കുറയ്ക്കാൻ സാധിച്ചിട്ടില്ലേ? ഇല്ല, സാധിച്ചിട്ടില്ല. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ മേഘാലയ, മണിപ്പൂർ, അങ്ങനത്തെ ഗോവ, അങ്ങനത്തെ സ്റ്റേറ്റുകളുമായിട്ടാണ് കേരളത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? അങ്ങനെ വന്നാൽ അവിടെ കേരളം ആയിരിക്കും കടം ഏറ്റവും കൂടുതൽ. ഇല്ല, കണക്കുകൾ നമ്മളെടുത്തുണ്ടല്ലോ.
നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് വിളിച്ച് ശരി, വെക്കാം. ഞാൻ- അതെ, അതെ, നിങ്ങൾ ഈ പെൻഷന്റെ കാര്യം സമയം അതേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ തർക്കിക്കുന്നതിൽ ഒരു വിഷയത്തിലാവാം. പക്ഷേ അങ്ങ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയം ഇതാണ്. LSTD ഡിപ്പാർട്ട്മെന്റിന്റെ ഞാൻ വരാം. വെബ്സൈറ്റിലെ KS അരുൺകുമാർ. പെൻഷൻ ഹിസ്റ്ററി നമുക്ക് പോയി 18 നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഈ 18 നാട്ടിലെ മാസത്തെ പെൻഷൻ കുടിശ്ശിക ആവിഷ്കരിച്ചതും ഇന്ന് കാണുന്ന 1500 എത്തിച്ചത് ആരാണെന്നുള്ളത്. ശരി, 18 മാസത്തെ കുടിശ്ശിക എന്നതാണ് ഇടതുപക്ഷം ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്. ഇതാ ഇപ്പോൾ ഈ സർക്കാർ ഒരു കുടിശ്ശികയും ഇടാതെ പോകുന്നു. അത് നട്ടാക്കുരുക്കാത്ത കള്ളമാണ്. ഇത് പറഞ്ഞിരിക്കുന്നത് ആരാണ്? തോമസ് ഐസക്ക് തന്നെ നിയമസഭയിൽ സ്വരാജിന് കൊടുത്ത മറുപടി ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ പലതവണ ചർച്ച ചെയ്തു പോയ വിഷയമാണെങ്കിലും ഒരിക്കൽ കൂടി ഇതിപ്പോൾ ചർച്ചയായ വിഷയത്തിൽ അരുൺ എന്താണ് ഇതിനൊരു മറുപടി കൊടുക്കാനുള്ളത്? ഷാഫി ചാലിയം പറയുന്നത് തോമസ് ഐസക്ക് വ്യക്തമായി പറഞ്ഞിട്ടും പിന്നെന്തിനാണ് ഈ കുപ്രചരണം നടത്തുന്നത് എന്നാണ്. ഒപ്പം മറ്റുള്ള ആരോപണങ്ങൾക്ക് കൂടിയുള്ള മറുപടി. 3 മിനിറ്റ് സമയം. അതെ, എല്ലാ ആരോപണവും പൊളിഞ്ഞു പാളീസാവുമ്പോൾ പ്രതിപക്ഷ നേതാവിന്റെ ഒരു കരച്ചിലുണ്ടല്ലോ, ആ കരച്ചിലാണ്. ഇന്നലെ ബോധം കെട്ട് പോയിരുന്നു, ഈ പ്രഖ്യാപനമൊക്കെ വന്നപ്പോൾ ബോധം കെട്ട് പോയിട്ട് ഇന്നാ ബോധം തെളിഞ്ഞേ. അതിന്നേരം വന്നിട്ടുള്ള ഒരു കരച്ചിലാണ് നമ്മൾ കണ്ടേ. ആ തോമസ് ഐസക്ക് കൊടുത്ത മറുപടിയുടെ കൃത്യമായി ബി, ആ രണ്ടാമത്തെ കോളം വായിച്ചു നോക്കുക. 2014 നവംബർ മുതലുള്ള കുടിശ്ശികയും 2016 അപ്പത്തേക്ക് LDF വന്നു, ജൂൺ മുതൽ 2017 മാർച്ച് വരെയുള്ള 10 മാസത്തെ പെൻഷനും ഈ സർക്കാർ വിതരണം ചെയ്തിട്ടുണ്ട്. അതായത് 2014 നവംബർ മുതലുള്ള കുടിശ്ശിക, നവംബർ, ഡിസംബർ, 2015 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, 2016 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, തെരഞ്ഞെടുപ്പ് വരെ 18 മാസം. അടുത്ത കോളോട് അങ്ങ് വായിക്കണം. ഈ സർക്കാർ അധികാരമേറ്റ ശേഷം 4628 കോടി രൂപ, അതായത് ഇത് എന്നാ കൊടുക്കുന്നത്? 28/4/2017 ഈ സർക്കാർ അധികാരത്തിൽ വന്ന് 1 വർഷം തികയുന്നതിന് മുമ്പ്, LDF സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന് 1 വർഷം തികയുന്നതിന് മുമ്പ് 4628 കോടി രൂപ, അന്ന് 600 ഉണ്ടായിരുന്നുള്ളൂ, അത് UDF കാലത്ത് വിതരണം ചെയ്തിട്ടുണ്ടെന്നാ പറയണേ. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മറുപടിയുടെ ഏതെങ്കിലും വരി എടുത്തു വരരുത്. കൃത്യമായി മുനീർ അടക്കം ചോദിച്ച ചോദ്യങ്ങൾക്ക് കൊടുത്ത മറുപടി അങ്ങ് അയച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ അതിലേക്ക് അത്രേ കടക്കുന്നുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഇവിടെ ശ്രീ ജോർജ് പടിപ്പാറ പറയുക ചിരി വരും, എന്റെ തള്ളു കേൾക്കുമ്പോൾ ചിരി വരുന്നു. എന്നാൽ ഈ CAG റിപ്പോർട്ട് വരുമ്പോൾ താങ്കൾക്ക് ഈ ചിരി വരുന്നുണ്ടോ? വരുമാനം കൂടി, കേരളത്തിന്റെ ചിലവ് കുറഞ്ഞു, തനത് വരുമാനം 23% വർധനവ്, കേരളത്തിന്റെ കടം മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ വളരെ കുറഞ്ഞു. ഇതൊക്കെ CAG കണ്ടുപിടുത്തമാണ് മിസ്റ്റർ. AKG സെന്ററിൽ നിന്നുള്ള കണ്ടുപിടുത്തമല്ല. അതായത് ഈ കേരളത്തിന്റെ തനത് വരുമാനം കഴിഞ്ഞ 2-3 വർഷമായി വലിയ രൂപത്തിൽ വർദ്ധിച്ചു. എല്ലാ ചെലവുകളെയും നേരിടാം. നിങ്ങൾക്കറിയോ MLA മാർക്കും മന്ത്രിമാർക്കും ശമ്പളം വർദ്ധിപ്പിച്ചിട്ട് എത്ര കൊല്ലമായി കേരളത്തിൽ നിന്ന് അറിയോ? 10 കൊല്ലത്തിലധികമായി. അതായത് ഇവിടെ ചെലവ് ചുരുക്കി ഗവൺമെന്റ് വളരെ ശ്രദ്ധയോടെ പോകുന്നു. ഈ ഘട്ടത്തിൽ നിങ്ങൾ ഇങ്ങനെ നുണ പറഞ്ഞാൽ ഏതാണ് നുണ എന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് കഴിയും. നിങ്ങൾ പറഞ്ഞില്ലേ? നിങ്ങൾ കേക്ക് എന്താ നിങ്ങൾ പറഞ്ഞ? ഒറ്റ മിനിറ്റ്, എന്താ ഞാൻ പറയാം, ഒറ്റ മിനിറ്റ്. നിങ്ങൾ എന്താ പറഞ്ഞേ? നിങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, ഞങ്ങൾ UDF അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസ യജ്ഞം അവസാനിപ്പിക്കും, UDF അധികാരത്തിൽ വന്നാൽ ആർദ്രം പദ്ധതി അവസാനിപ്പിക്കും, UDF അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടും. ഇതല്ലേ MM ഹസൻ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ മാസം പറഞ്ഞത്? അതല്ലേ പറഞ്ഞത്? ജനം നിങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ഇരുന്നോളി, നിങ്ങൾ ആജീവനാന്ത പ്രതിപക്ഷത്തിരുന്നോളാം നിങ്ങളോട് പറഞ്ഞില്ലേ? ഞാൻ നിങ്ങൾ സംസാരിക്കുമ്പോൾ സംസാരിച്ചില്ലല്ലോ. ഇപ്പൊ PM ശ്രീ പറഞ്ഞല്ലോ, PM ശ്രീ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഭരിക്കുന്ന രാജസ്ഥാൻ, നിങ്ങൾ ഭരിക്കുന്ന ഛത്തീസ്ഗഡ്, നിങ്ങൾ ഭരിച്ച ഹരിയാന, നിങ്ങൾ ഭരിച്ച തെലങ്കാന, BRS ഗവൺമെന്റ് ഒപ്പിട്ടില്ല. കോൺഗ്രസ് വന്നപ്പോഴാണ് തെലങ്കാനയിൽ ഒപ്പിട്ടെ. നിങ്ങൾ ഭരിച്ച കർണാടകം, 2020 ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വന്ന ഈ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തും PM ശ്രീ ആകാം, കേന്ദ്ര പദ്ധതിയാകാം. കേരളത്തിൽ ഞങ്ങൾ സമ്മതിക്കില്ല. ഇതൊക്കെ കുറെ നമ്മൾ കണ്ടതല്ലേ? ഒറ്റ മിനിറ്റ്. ഇപ്പോ 10 വയസ്സുള്ള കുട്ടികളോട് ഇവിടെ കൃത്യമായി നിബന്ധന വച്ച് ശരിയായ മാർഗത്തിലൂടെ പോയി ഇട്ടത് ഒപ്പാണെങ്കിൽ, LDF ഇട്ട ഒപ്പാണെങ്കിൽ, ഒട്ടണ്ട നിങ്ങൾ കേട്ടോ, ഇട്ടത് ഒപ്പാണെങ്കിൽ ആ ഒപ്പ് അവിടെ ഉണ്ടാകും. പ്രതിസന്ധിയും പ്രശ്നമൊക്കെ ഞങ്ങൾ പരിഹരിക്കും. അതൊക്കെ നിങ്ങൾ കണ്ടോളി, നിങ്ങൾ ഇതൊക്കെ കൃത്യമായി കാണു. പിന്നെ ഒരു കാര്യം, പവർ കട്ട് UDFന്റെ കാലത്തെ 3.5 മണിക്കൂറാണ് ലോഡ് ഷെഡിങ് പവർ കട്ട്. ഇപ്പൊ 10 വയസ്സുള്ള കുട്ടിയോട് ചോദിച്ചാൽ പവർ കട്ട് എന്താണെന്ന് അറിയില്ല. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കും മിസ്റ്റർ, ഞങ്ങൾ പ്രവർത്തിക്കുന്ന അല്ലല്ല, അതൊക്കെ ഞങ്ങൾ നേരിട്ടു, അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം, ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങളുടെ ഉണ്ടയില്ല വേണ്ടി കുറെ കണ്ടിട്ടുണ്ട്. ഞങ്ങൾ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും നിങ്ങൾ എത്ര എതിർത്താലും
നിങ്ങൾ CPM ന് ഒച്ചപ്പാടും ബഹളമൊക്കെ കയ്യിൽ ഇരുന്നോട്ടെ, കയ്യിൽ ഇരുന്ന് കുറെ കണ്ടിട്ടുണ്ട്. സഖ്യകക്ഷിയാണ്. ഈ ഒച്ചപ്പാടും ബഹളം ഒറ്റ മിനിറ്റ്, ബിനോയ് ഒറ്റ വിശ്വത്തിന് മിനിറ്റ്. മറുപടിയുണ്ടോ? ഒറ്റ മിനിറ്റ്. അരുൺകുമാറിന് ആരും ബിനോയ് പറഞ്ഞോട്ടെ. വിശ്വത്തിന് മറുപടിയുണ്ടോ? ഞങ്ങൾ അത് പറ. ശരിയായ നിലപാട് ശരിയായ രീതിയിൽ എടുക്കും. ബിനോയ് അല്ല, വിശ്വത്തിന് ഒച്ചപ്പാട് മറുപടി ഒറ്റ ഉണ്ട് മിനിറ്റ്. ഞങ്ങൾ ഈ പ്രകടന പത്രിക നിങ്ങൾ എത്ര എതിർത്താലും നടപ്പാക്കും. ഞങ്ങൾ എല്ലാവർക്കും മറുപടി ഉണ്ട്, കൃത്യമായി മറുപടി ഉണ്ട്. ഈ കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് നിങ്ങൾ തെറ്റ് കേൾക്ക് പറ്റി. മിസ്റ്റർ. ശരി. അതൊക്കെ ഞങ്ങൾ തെറ്റ് തീർത്തോളാം. എന്ന് LDF-ന്റെ പ്രശ്നം അതിനെന്താ മറുപടി? LDF-ന്റെ പ്രശ്നം തീർക്കാൻ നിങ്ങളുടെ അനുവാദം നിങ്ങൾ വേണ്ട. എങ്ങനെ തീർത്തോളാം എന്ന് ഞാൻ പറഞ്ഞില്ല. അല്ല, ഒറ്റ മിനിറ്റ്. LDF-ന്റെ പ്രശ്നം തീർക്കാൻ നിങ്ങളുടെ അനുവാദം വേണ്ട. മിസ്റ്റർ ഇതൊന്ന് കേൾക്ക്. ഞങ്ങൾ തീർത്തോളാം. നിങ്ങളുടെ പ്രശ്നം തീർക്ക്. ഒന്ന് നിലനിൽപ്പ്. ആ കോൺഗ്രസിന്റെ പുനഃസംഘടനയൊക്കെ ഒന്ന് പൂർത്തീകരിച്ച് ആ ചൂരൽമല മുണ്ടക്കൈയിൽ പിരിച്ച പണം ഒറ്റ മിനിറ്റ് 5.5 ലക്ഷം പേർക്ക് 5.5 ലക്ഷം അപ്പം 5.5 ലക്ഷം പേർക്ക് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കുമ്പോൾ ചൂരൽമല മുണ്ടക്കൈയുടെ പേരിൽ കോടികൾ പിരിച്ചില്ലേ? ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റുമോ? ഒരു വീട് ചൂരൽമല മുണ്ടക്കൈ ഒരു വീട് നിങ്ങൾക്ക് ആ ചൂരൽമല മുണ്ടക്കൈയുടെ പേരിൽ പിരിച്ച പണത്തിന് ഒരു വീട് ലീഗ് വേണ്ടി പിരിച്ചില്ല കോടി. ഒരു വീട് നിങ്ങൾക്ക് നിർമ്മിച്ചു കൊടുക്കാൻ ലീഗിന് കഴിഞ്ഞോ? കോൺഗ്രസിന് കഴിഞ്ഞോ? യൂത്ത് കോൺഗ്രസിന് കഴിഞ്ഞോ? തട്ടിപ്പും ഈ കേരളത്തിലെ ജനങ്ങളെ യൂത്ത് കോൺഗ്രസിന്റെ വീടാണ് അവിടെ മുടങ്ങിക്കിടക്കുന്നത്. ലീഗിന്റെ വീട് പണി പൂർത്തിയാവുന്നു. നല്ല കണ്ണായ സ്ഥലത്താ. വിൽക്കാനും വാങ്ങിക്കാനും വയനാട് ടിക്കറ്റ് ഞാൻ തരാം. എന്റെ കൂടെ വാ അരുൺകുമാർ, നോക്ക് ലീഗിന്റെ വീട് എത്ര നമ്മൾ വായിച്ചതാണ്. ശരി, ഒന്ന് വിളിക്ക്. റിപ്പോർട്ടറിന്റെ വയനാടിലെ റിപ്പോർട്ടർ ചാനലിലെ ദീപക്കിനെ വിളിക്ക്. അതെനിക്ക് സംശയമില്ല. ഷാഫി ചാലിയം ലീഗ് ഇവിടെ വളരെ നല്ല രീതിയിൽ തന്നെ വീട് വെച്ച് കൊടുക്കുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. അല്ല, ഒരു നിമിഷം മോഡൽ വീട് മാത്രമേ. ശരി, നമ്മൾ ഈ ചർച്ച ചെയ്ത് പോയപ്പോൾ പ്രേക്ഷകർ കേൾക്കാതെ ഒരു കാര്യം ഉണ്ടായിരുന്നു. ഈ PMC-യുമായി ബന്ധപ്പെട്ട് ഷാഫി ചാലിയത്തിന്റെ മറുപടി ഞാൻ കേട്ടില്ല. ഷാഫി ചാലിയം ഒരു നിമിഷം. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ ചോദിച്ചു, രാജസ്ഥാനിലും തെലങ്കാനയിലും PMC-യിൽ ഒപ്പിട്ടത് ഏത് സർക്കാരാണ്? ആ മറ്റു സംസ്ഥാനങ്ങളിൽ PMC പദ്ധതി എടുത്ത കോൺഗ്രസുമായിട്ട് സഹകരിക്കാൻ പറ്റുക? അല്ല, ഞാൻ പറയാം അതിന് മറുപടി വളരെ കൃത്യമായി AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത് അവിടെ ഉണ്ട്. എന്ത്? ഇനി അതോടൊപ്പം ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഞങ്ങൾക്കും ആവാം എന്നാണോ CPM-ന്റെ നിലപാട്? അല്ല, ഞാൻ അങ്ങയോട് ചോദിച്ച ചോദ്യം ഇതാണ്. രാജസ്ഥാനിൽ കോൺഗ്രസും തെലങ്കാനയിൽ കോൺഗ്രസും ഒപ്പിട്ട PMC പദ്ധതിയോട് താങ്കളുടെ നിലപാടെന്താണ്? ഒരു മിനിറ്റ് അഡ്വക്കേറ്റ്, ഞാൻ അതാണ് പറയുന്നത്. അഡ്വക്കേറ്റ് അരുൺകുമാറിന് ഡോക്ടർ അരുൺകുമാറിന്റെ സഹായം ആവശ്യമില്ല. നന്നായി സംസാരിക്കുന്ന ആളാണ്. അല്ല, എനിക്ക് അങ്ങയുടെ നിലപാട് അറിയണം. മാത്രമേ ഉള്ളൂ. അല്ലെ, അതാണ് നിലപാട് പറയുന്നത്. നിങ്ങൾ കേൾക്കി, നിലപാട് പറയുന്നു. ഞാൻ പറയുന്നത് എന്താ അറിയോ, രാജസ്ഥാനിൽ കോൺഗ്രസിന് ഒപ്പിടാമെങ്കിൽ ഞങ്ങൾക്ക് കേരളത്തിൽ എന്തുകൊണ്ട് ഒപ്പിട്ടുകൂടാ എന്നാണ് അവരെ ചോദിക്കുന്നത്. അല്ലല്ല, അത് മറുപടി LDF പറയണം. രാജസ്ഥാനിൽ കോൺഗ്രസ് ഒപ്പിട്ടതിനോട് ലീഗിന്റെ നിലപാടെന്താ? രാജസ്ഥാനിൽ കോൺഗ്രസ് ഒപ്പിട്ടോ ഇല്ലേ എന്നതിനെ കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ KC വേണുഗോപാൽ വന്ന് നടത്തിയിട്ടുണ്ട്. അല്ലല്ല, നിങ്ങളുടെ നിലപാടെന്താ? ഷാഫി ചാലിയം പറയൂ, മുസ്ലിം ലീഗിന്റെ നിലപാടെന്താ? അല്ല, ഞങ്ങൾ കോൺഗ്രസ് അതിൽ ഒപ്പിട്ടുണ്ടെങ്കിൽ ആ ഒപ്പിട്ട് ശരിയല്ല എന്നോർത്താ ഞങ്ങൾക്ക് ഷാഫി ചാലിയം ഇത്രയും നാളായിട്ട് 2022 ഒപ്പിട്ടതാണ്. 2022, 23, 24, 25 ഇത്രയും കാലമായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ കോൺഗ്രസിനെ തിരുത്താത്തത്? എന്തുകൊണ്ടാണ് തെലങ്കാനയിൽ തിരുത്താത്തത്? എന്തുകൊണ്ടാണ് കർണാടകയിൽ തിരുത്താത്തത്? തിരുത്തും. രാജസ്ഥാൻ, ഒരു മിനിറ്റ് പറഞ്ഞുതരാം. രാജസ്ഥാനിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ പറയട്ടെ, രാജസ്ഥാനിലും ഹരിയാനയും കൂട്ടിക്കോ, ഇവിടങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് അടങ്ങിയ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു ഐക്യമുന്നണി ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ തിരുത്തും. അവിടെ ഒന്നും ഞങ്ങളെ കോൺഗ്രസിന്റെ സഖ്യത്തിലില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി. ഞങ്ങൾക്ക് തിരുത്താൻ ഞങ്ങൾക്ക് അവരുമായിട്ടുള്ള ഒരു സൗഹൃദത്വം വേണ്ട അവിടെ. അതല്ല ഇതൊന്നും അല്ല. ഇതിനെന്തെങ്കിലും മറുപടി അരുൺകുമാറിനോട് ചോദിക്കാത്തത്? രാജസ്ഥാനിലെ കോൺഗ്രസിന് ഒപ്പിടാമെങ്കിൽ ഞങ്ങൾക്ക് കേരളത്തിൽ ഒപ്പിട്ടുകൂടെ എന്നാണ് ബിനോയ് വിശ്വത്തിന്റെയും CPM-ന്റെയും അവിടെയാണ് തൽക്കാലം ജോർജ് മുടിപ്പാറ താങ്കൾക്ക് മറുപടി പറയാം. അരുൺകുമാർ ഉന്നയിച്ച ആരോപണത്തോട് ഒരു മിനിറ്റ് മാത്രം.
അല്ല, അരുൺകുമാറിന്റെ ചോദ്യം, ഞാൻ ഈ സ്വാഭാവികമായിട്ടും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാനുള്ള അവകാശം ഒരു സർക്കാരിനുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഇന്ത്യയിലുള്ള ഏത് രാഷ്ട്രീയ ഏത് അധികാരത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കാറുണ്ട്. അതിലിപ്പോൾ അത് പൊതുവെയുള്ള കാര്യമൊന്നുമല്ല. കോൺഗ്രസും ചെയ്യാറുണ്ട്, BJPയും ചെയ്യാറുണ്ട്, എല്ലാവരും ചെയ്യാറുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് പൈസ ഇല്ല 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 ഇല്ല, അതുകൊണ്ടാണ് തരാത്തത്, അതാണ് തരാത്തത്. അങ്ങനെ 1800 കോടി, 2000 കോടി, 1000 കോടി എന്നൊക്കെ പറഞ്ഞ് മരുന്നിൻ്റെ കാര്യത്തിൽ, ഉപകരണങ്ങളുടെ കാര്യത്തിൽ, DAയുടെ കാര്യത്തിൽ, ഈ നെല്ലിന്റെ വില വകയിൽ, പാചക തൊഴിലാളികളുടെ കാശ്, സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന്റെ കാശ്, ഇതെല്ലാം ഞാനൊന്ന് പറഞ്ഞോട്ടെ അരുൺ. ശരി അരുൺ, ഞാനത് അംഗീകരിക്കുന്നു. അങ്ങ് പറയുന്നത് ശരിയായിരിക്കാം. പക്ഷെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സർക്കാർ, അതുപോലും കൊടുക്കാതെ കുടിശ്ശിക വൻതോതിൽ വരുത്തിയ ഒരു സർക്കാർ, ഒരു സുപ്രഭാതത്തിൽ 13,000 കോടി രൂപയുടെ അധിക ബാധ്യതകൾ ഏറ്റെടുക്കുമ്പോൾ ഇത് എവിടുന്ന് അപ്പൊ ഇതുവരെ പറഞ്ഞതെല്ലാം ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തരം കണ്ണിൽ പൊടിയിടലായിരുന്നു. എനിക്ക് 30 സെക്കൻഡ് സമയം ഇതിന് അനുവദിക്കാൻ കഴിയും. ഇതിനകത്ത് യോജിപ്പുള്ള ഭാഗം മാത്രം സൂചിപ്പിച്ച് നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. അതെ, ഒരൊറ്റ കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താം. നമ്മൾ കടക്കണിയിൽ പെട്ടുകിടക്കുന്ന സംസ്ഥാനങ്ങളുടെ ലിസ്റ്റിലില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അരുൺകുമാർ ഇവിടെ ഭയങ്കരമായിട്ട് കൊട്ടിഘോഷിക്കുന്നത്. താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഇവിടെ കിഫ്ബി വഴി ഓഫ് ബജറ്റ് ബോറോയിങ് നടത്തിയിട്ട് നമ്മുടെ കടം മറച്ചു പിടിക്കുകയാണ് ഈ സംസ്ഥാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഡെറ്റ് ഫിഗേഴ്സ് നോക്കിക്കൊണ്ട് ആരും അത്ര സന്തോഷിക്കേണ്ട ആവശ്യമില്ല. സോറി, NHAIയോ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് അല്ലേ ചെയ്യുന്നത്? അല്ല, ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് വഴി താങ്കൾ കടമെടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന സാധനം വരില്ല. റിപ്പോർട്ടല്ലേ? ശരി, നമ്മളത് വിശദമായി ചർച്ചാ വിഷയമായതുകൊണ്ട് മാത്രം. താങ്ക് യു മിഥുൻ, താങ്ക് യു അഡ്വക്കേറ്റ് K. സുനിൽകുമാർ, താങ്ക് യു ഷാഫി ചാലിയം, താങ്ക് യു ജോർജ് പൊടിപ്പാറ, താങ്ക് യു KP റോസമ്മ ചർച്ചയിൽ ചേർന്നതിന്. ഇനി Debate with Dr. Arun Kumar.